സോ ഫിബൊനാച്ചി അല്ലെങ്കിൽ ഫിബ് റീട്രേസ്മെൻറ്റ് എന്ന് പറയുന്നത് ശരിക്കും മാർക്കറ്റ് ബൈ സൈഡ് ആണെന്നുണ്ടെങ്കിലും സെൽ സൈഡ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു യഥാർത്ഥ ഡയറക്ഷൻ, ഇപ്പോൾ ബൈ സൈഡ് ആണെന്നുണ്ടെങ്കിൽ ബൈ ചെയ്ത് പോകുന്നു, ഇപ്പോൾ ഷെയർസ് ബൈ ചെയ്ത് പോകുന്നതിന് മുമ്പായിട്ട് ഒരു യഥാർത്ഥ ഡയറക്ഷനിൽ മൂവ് ആകുമ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സെല്ല് ചെയ്യും മാർക്കറ്റ് കുറച്ച് സെല്ല് ചെയ്തതിന് ശേഷം ഡിസ്കൗണ്ട് പ്രൈസിൽ നിന്ന് വാങ്ങിയിട്ടാണ് മാർക്കറ്റ് മുകളിലേക്കിട്ട് പോകുന്നത്. സോ ഇതൊരു ബുള്ളിഷ് സിനാറിയോ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, സോ മാർക്കറ്റ് എപ്പോഴും ഒറ്റ സ്ട്രെയിറ്റ് ആയിട്ടല്ല അപ്പ് സൈഡ് പോകുന്നത്. ഈവൻ ദേ വാണ്ട് ടു മാർക്കറ്റ് നീഡ്സ് ടു ഗോ അപ്പ് സൈഡ്. ഇങ്ങനെയല്ല നമുക്ക് ഒരിക്കലും എന്താ പറയുക, നമ്മുടെ ഒരു ട്രേഡിംഗ് ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഇങ്ങനത്തെ ഡയറക്ഷൻസ് അല്ല. ഒരു അപ്പ് സൈഡ് ഡൗൺ സൈഡ്, അപ്പ് സൈഡ് ഡൗൺ സൈഡ്, അല്ലെങ്കിൽ ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ. സോ ഈ ഒരു രീതിയിലാണ് നമ്മുടെ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർസിനൊക്കെ നല്ല വാല്യൂ ആണ്. ഇപ്പോൾ മാർക്കറ്റിന് മുകളിലേക്ക് പോകണമെങ്കിൽ ദേ നീഡ് ലിക്വിഡിറ്റി. സോ അതുകൊണ്ട് കുറച്ച് ബയേഴ്സിൻ്റെ ലിക്വിഡിറ്റിയും കൂടി എടുക്കാൻ വേണ്ടിയാണ് താഴേക്ക് വരുന്നത്. പക്ഷേ ഒരു ബുള്ളിഷ് സിനാരിയോയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബയേഴ്സിൻ്റെ ലിക്വിഡിറ്റി സ്വീപ്പിംഗ് ഈ ഒരു ചാർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ബിക്കോസ് ഇപ്പോൾ ഇവിടുന്ന് ബൈ ചെയ്തിട്ടുള്ളവർ സ്റ്റോപ്പ് ലോസ് താഴെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല. അത് ലേറ്ററാണ് വരുന്നത്, അടുത്ത സ്റ്റേജിലാണ് അത് സംഭവിക്കുന്നത്. സോ ഒരു ബുള്ളിഷ് സിനാരിയോയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവത്തില്ല. ഒരു ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. അത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റീട്രേസ്മെൻ്റ് ആണ്. ഓക്കെ, ബൈ സൈഡിലേക്ക് ഇത്രയും പോയിട്ട് ഒരു താഴേക്ക് വന്ന് ഒരു ഇത്ര ലെവൽ ഓഫ് പ്രൈസിലേക്ക് താഴെ വന്നതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, മുകളിലേക്ക് കണ്ടിന്യൂ ചെയ്തു. സോ മാർക്കറ്റ് ഈസ് ട്രൈങ് ടു ബൈ ദി സ്റ്റോക്ക് ഇൻ എ ഡിസ്കൗണ്ടഡ് പ്രൈസ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഡിസ്കൗണ്ട് പ്രൈസിന് മാർക്കറ്റ് വാങ്ങിച്ചിട്ട് വീണ്ടും ബൈ സൈഡിലേക്ക് പുഷ് ചെയ്യും. സോ സെല്ല് കാണുമ്പോഴത്തേക്ക് കുറേ പേര് സെല്ല് ചെയ്യും. അവരുടെ സ്റ്റോപ്പ് ലോസും കൂടി ഹിറ്റ് ചെയ്തിട്ടാണ് മുകളിലേക്ക് വീണ്ടും പോകുന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും മാർക്കറ്റ് ഇത്രയും ഒരു ഏരിയ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയാണ് ചാർട്ട് വന്നിരിക്കുന്നത്. ഒരു ബുള്ളിഷ് ട്രെൻഡ് ലൈൻ ഇവിടെ ഫോം ആയിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു ലെവലിൽ ബുള്ളിഷ് ഒരു ട്രെൻഡ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ ഈ രീതിയിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഇതെന്താണ്, ഒറ്റയടിക്ക് മുകളിലേക്ക് പോവുകയല്ല ചെയ്തത്. ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു, ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും ഒരു ഹയർ ഹൈ, ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഓക്കെ, വീണ്ടും ഒരു ഹയർ ലോ അല്ല അവിടെ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്, ആ ഹയർ ലോയുടെ തൊട്ട് താഴെയാണ്. അതിനെയാണ് നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിന് മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് താഴേക്ക് വന്നിട്ട് ഡിസ്കൗണ്ട് പ്രൈസിന് വാങ്ങിച്ചിട്ട് മുകളിലേക്ക് പോകുള്ളൂ. സോ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് PDR ആണ്, പ്രീമിയം ഡിസ്കൗണ്ട് അറേ. അത് നമ്മൾ നോക്കി ഒന്ന് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 ഫേസസ് ഉണ്ട്. താഴെ ഡിസ്കൗണ്ട് പ്രൈസ്, മുകളിൽ പ്രീമിയം ഏരിയ. സോ ഡിസ്കൗണ്ട് ഏരിയ ഉണ്ട്, പ്രീമിയം ഏരിയ ഉണ്ട്. അതിൻ്റെ മിഡ് ലൈൻ അല്ലെങ്കിൽ മിഡ് ഏരിയനെയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. സോ ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു 50% ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ മാർക്കറ്റ് ഈസ് ട്രൈങ് ടു ബൈ ഇറ്റ്, ദെൻ എന്ത് ചെയ്തു, മുകളിലേക്ക് പോയി പ്രീമിയം ലെവലിൽ നിന്ന് സെല്ല് ചെയ്യും. ഡിസ്കൗണ്ട് പ്രൈസിൽ നിന്ന് വാങ്ങിച്ചിട്ട് അടുത്ത പ്രീമിയം എന്താ പറയുക, യഥാർത്ഥ ബുള്ളിഷ് സിനാറിയോ ആണെന്നുണ്ടെങ്കിൽ പ്രീമിയം കട്ട് ചെയ്ത് അടുത്ത പ്രീമിയം ജനറേറ്റ് ആവും. ഓക്കെ, സോ ഇങ്ങനെയാണ്. അതിന് 50% അല്ലെങ്കിൽ അതിൻ്റെ താഴെയാണ് ശരിക്കും റീട്രേസ്മെൻറ്റ് വരുന്നത്, ഡിസ്കൗണ്ട് പ്രൈസിൽ നിന്ന് വാങ്ങിക്കുന്നത്. സോ ഈ ഒരു സിനാറിയോ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ ഡിസ്കൗണ്ട് പ്രൈസ് എന്ന് പറയുന്നത് പല സോണാണ്. സോ ലെറ്റ് ബി, നമ്മളിപ്പോൾ ഫിബ് റീട്രേസ്മെൻറ്റ് എങ്ങനെ എടുക്കേണ്ടതെന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. സോ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഗ്യാൻ ബോക്സ് എടുത്തിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അത് ഏറ്റവും മുകളിൽ ഫസ്റ്റ് ഫിബ് റീട്രേസ്മെൻറ്റ് കാണാൻ പറ്റും. ഫിബൊനാച്ചിയുടെ പല ടൂൾസ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിബ് റീട്രേസ്മെൻ്റ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ. സോ ഫിബ് റീട്രേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് എന്നാണ് അതിൻ്റെ മീനിങ്. സോ ഈ ഫിബൊനാച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാത്തമാറ്റീഷ്യൻ ഉണ്ട്. ആ മാത്തമാറ്റീഷ്യൻ്റെ ശരിക്കും നോച്ചി എന്നാണ് പുള്ളിയുടെ പേര് പറയുന്നത്. അത് ഒരു ഒരു എന്താ പറയുക, മാത്തമാറ്റിക്കൽ നോളജാണ് ആക്ച്വലി. പുള്ളിക്കാരൻ കുറേ ഇക്വേഷൻസും കുറേ കാര്യങ്ങളൊക്കെ ഇൻവെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ഇൻവെൻഷൻ കൊണ്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു പേരാണ് ഫിബൊനാച്ചി എന്ന് പറയുന്നത്. സോ ആ ഒരു ഫിബൊനാച്ചി എന്നാണ് നമ്മൾ ഈ ഒരു ടൂളിനെ പറയുന്ന പേര്. ഓക്കെ, സോ ബേസിക്കായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിബൊനാച്ചി നമ്മൾ ഫസ്റ്റ് ഡിഫോൾട്ട് സെറ്റിങ്സ് എന്ന് പറയുന്നത് ഇതെല്ലാം ടിക്കഡ് ആയിരിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫിബൊനാച്ചി ഈ ഒരു ലെഫ്റ്റ് സൈഡിലെ പാനലിൽ ഈ ഒരു തേർഡ് ഓപ്ഷനിൽ അല്ലെങ്കിൽ തേർഡ് ടൂളിൻ്റെ കാറ്റഗറിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നതാണ് ഫിബ് റീട്രേസ്മെൻറ്റ്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക.
അതിന് ശേഷം സെറ്റിങ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിഫോൾട്ട് സെറ്റിങ്സ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് കുറച്ച് നമ്മുടെ രീതിയിലുള്ളൊരു കസ്റ്റം സെറ്റിങ്സിലേക്ക് വെക്കണം. ഞാനിതിൽ കൊടുത്തിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് സോണാണ്, അതായത് ഫിബ് റീട്രേസ്മെൻറ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് തിരിച്ച് ഏത് ലെവലിലേക്കാണോ റീട്രേസ് ചെയ്യുന്നത് സാധ്യത കൂടുതലുള്ള ഏരിയയിലേക്കാണ് നമ്മൾ ഈ ഒരു ഫിബിനോച്ചിൽ നമ്മൾ സെറ്റിങ്സ് വെച്ചിരിക്കുന്നത്. സോ നമ്മൾ നേരത്തെ നമ്മൾ വെച്ചത് 0.5 1 അത് വെൻ ഇറ്റ് കംസ് ടു ദ PDRA കോൺസെപ്റ്റ്. ഓക്കെ, അതിൽ 50% താഴെ ഏതാണെങ്കിലും ഡിസ്കൗണ്ട് പ്രൈസ് ആണെന്ന് നമ്മൾ പഠിച്ചത്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ദിസ് 50% താഴെയല്ല, അതിൻ്റെ മുകളിലും വരുന്നുണ്ട്. സോ നമുക്ക് നോക്കാം ഇതിൽ ടിക്ക് ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് എല്ലാം അൺടിക്ക് ചെയ്യുക, ഇവിടെ വരെയുള്ള എല്ലാ ലെവലും അൺടിക്ക് ചെയ്തിട്ട് ഫസ്റ്റ് നമ്മൾ 0 ടിക്ക് ചെയ്യുക, പിന്നെ ഉള്ളത് 0.5, വീണ്ടും ഉള്ളത് 0.618, പിന്നെ ഉള്ളത് 0.786, പിന്നെ 0 നമുക്ക് വീണ്ടും ടിക്ക് ചെയ്യാം. ഓക്കെ, രണ്ട് സൈഡിലും നമ്മൾ നോക്കുമ്പോഴാണ്. സോ ഈ ഒരു സെറ്റിങ്സ് നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്യുക. ട്രെൻഡ് ലൈനെ നമ്മൾ ടിക്ക് ചെയ്ത് തന്നെ വെക്കുക. എക്സ്റ്റൻഷൻ നമുക്ക് ഡു നോട്ട് എക്സ്റ്റെൻഡ് ആണ്, ഡിഫോൾട്ടായിട്ട് വരുന്നതാണ്, അതൊന്നും ചേഞ്ച് ചെയ്യാനില്ല. പിന്നെ ഉള്ളത് ലെവൽസ് നമുക്ക് പെർസെൻറ്റേജ് കൊടുക്കാം, റിവേഴ്സ് ഓൺ ആണെങ്കിൽ അത് അൺടിക്ക് ചെയ്യാം. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് കാണാനുള്ളത്. ഒന്നുകൂടെ പറയാം, ട്രെൻഡ് ലൈൻ ടിക്ക് ചെയ്യണം. ഇതിൽ നമുക്ക് 0, 0.5, 0.618, 0.786, 0. ഓക്കെ, ഇത്രയും ടിക്ക് ചെയ്യുക. പിന്നെ താഴെ ലെവൽസ് പെർസെൻറ്റേജ് കൊടുക്കുക. വാല്യൂസും ഉണ്ട്, പെർസെൻറ്റേജും ഉണ്ട്. പെർസെൻറ്റേജാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ കൊടുക്കാം. ഇതിൽ നിങ്ങൾക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 0ക്ക് ഗ്രേ കളറ്, ഇവിടെ താഴെ 0.5 ഡിസ്കൗണ്ട് പ്രൈസ്, അതിന് 0.5 നമ്മൾ ഗ്രീനും, 618 നമ്മൾ ഒരു ഗ്രേ കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, 786 ഒരു റെഡ് കളറും. ഓക്കെ, നിങ്ങൾക്ക് ഡിഫോൾട്ടായിട്ടുള്ള രീതിയിൽ കൊടുക്കാം. സോ ഇത് നമ്മൾ അതിന് ശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഈ ഒരു സെറ്റിങ്സ് നമ്മൾ സേവ് ചെയ്യണം ടെംപ്ലേറ്റായിട്ട്. ടെംപ്ലേറ്റിൽ കൊടുത്തിട്ട് ഫിബിനോച്ചി എന്നുള്ളൊരു അല്ലെങ്കിൽ സേവസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിൽ ഫിബ് റീട്രേസ്മെൻറ്റോ അല്ലെങ്കിൽ ഫിബിനോച്ചിയോ അങ്ങനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫിബിനാച്ചി എന്ന് പറഞ്ഞിട്ട് നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു സെറ്റിങ്സാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇതിൽ ഞാൻ OT എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെറ്റിങ്സും കൂടി ചെയ്തിട്ടുണ്ട്, അത് ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം, അടുത്ത ക്ലാസ്സിൽ നമുക്കത് കവർ ചെയ്യാം. OT എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്റ്റിമൽ ട്രേഡ് എൻട്രി, അതും ഒരു റീട്രേസ്മെൻറ്റിനെ കണക്കിലാക്കിയിട്ടാണ് നമ്മൾ ആ ട്രേഡ് എടുക്കുന്നത്. സോ ഫിബിനോച്ചി പഠിച്ചു കഴിഞ്ഞാൽ OT ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. സോ നമ്മൾ ഇവിടെ ഒരു നല്ലൊരു ചാർട്ട് നമുക്ക് നോക്കാം, യൂറോ USD അല്ലെങ്കിൽ ഗോൾഡിലൊക്കെ നന്നായിട്ട് ഫിബിനോച്ചി നമുക്ക് വർക്കൗട്ട് ആവുന്നതാണ്. ഓക്കെ, സോ ഗോൾഡിൽ നമുക്ക് ഏത് ടൈം ഫ്രെയിം വേണമെങ്കിലും നമുക്ക് ഫിബിനോച്ചി നോക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഒരു നല്ലൊരു അപ്പ് സൈഡ് വന്നിട്ടുണ്ട്, ഒരു ഡൗൺ സൈഡും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഡൗൺ ട്രെൻഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ഫിബിനോച്ചി നമ്മൾ ഈ കഴിഞ്ഞ ദിവസം PDRA സെലക്ട് ചെയ്ത പോലെ ആ ഒരു ഡൗൺ സൈഡ് പ്രീമിയം ഏരിയ ഡിസ്കൗണ്ട് ഏരിയയിൽ നമ്മൾ കൊടുത്ത് സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് താഴെ ഒരു ലെവൽ കൊടുക്കുക. ഇവിടെ നിന്നാണ് ഡൗൺ ട്രെൻഡ് ആയതുകൊണ്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, റിപ്പീറ്റ് ദാറ്റ് അഗൈൻ. സോ ഫിബിനോച്ചി നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഒരു ഡൗൺ ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഏറ്റവും ടോപ്പുള്ള ഏരിയയും ഏറ്റവും ഡൗൺ വന്നിട്ട് ലിക്വിഡിറ്റി CB ആയിട്ടുള്ള ഏരിയയും ഞാൻ മാർക്ക് ചെയ്യുവാണ്. സോ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന സോൺസ് ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. 78.6%, 61.8%, 50%. സോ ഒരു ഡൗൺ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ലെവലിൽ നമ്മൾക്ക് നേരെ തിരിച്ച് റിട്ടേൺ വന്നിട്ട് ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് 50% ആവാം, 61.8% ആവാം, 78.6% ആവാം. സോ നിങ്ങൾ ഈ ഒരു സോൺസ് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സ്പോട്ട് എന്ന് പറയുന്നതാണ് സ്വീറ്റ് സ്പോട്ട്. ഫിബിനോച്ചിയുടെ സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് 61.8% ആണ്, അല്ലെങ്കിൽ 618 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 618 എന്നാണ് നമ്മുടെ ഫിബിനോച്ചിയുടെ സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. സോ സ്വീറ്റ് സ്പോട്ട് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ലൈക്ലി മാർക്കറ്റ് വന്ന് 618 മിറ്റിഗേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഡയറക്ഷൻ കണ്ടിന്യൂ ചെയ്യും. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ തൊട്ട് ഇവിടെ വരെ ഈ ഒരു ഏരിയ വരെ നമ്മൾ കണ്ടിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഈ മാർക്കറ്റ് ഇപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. തിരിച്ച് മാർക്കറ്റ് എന്ത് ചെയ്തു, മുകളിലേക്ക് പോയി. സോ നല്ലൊരു സെല്ലാണ് നമുക്കിവിടെ കണ്ടിട്ടുള്ളത്. റീട്രേസ്മെൻറ്റ് നമുക്ക് എന്തായാലും കിട്ടും. സോ നമ്മൾ എന്ത് ചെയ്തു, മുകളിലേക്കാണോ എന്ന് കൺഫേം ചെയ്യുക. ഓക്കെ, മുകളിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ടെന്ന് നമുക്ക് കൺഫേം ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഇതൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഓർഡർ ബ്ലോക്ക് ഒന്നും നമ്മളിപ്പോൾ തൽക്കാലം നോക്കുന്നില്ല, ആ ഒരു സോൺ ഏരിയ മാത്രമേ നമ്മളിപ്പോൾ നോക്കുന്നുള്ളൂ. ഓക്കെ, സോ ഈ ഫിബിനോച്ചി നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ വരച്ചു. ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് 3 ടൈപ്പ് ഓഫ് ട്രേഡ്സ് ആണ് നമുക്കിവിടെ സെൽ എൻട്രീസ് എടുക്കാൻ പറ്റുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് 50% എന്നിട്ടുള്ള. ആ 50% എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ 50% മുകളിൽ ഡിസ്കൗണ്ട് പ്രൈസ് അല്ലെങ്കിൽ പ്രീമിയം സോണാന്ന് പറഞ്ഞു.
ഇക്വിലിബ്രിയം ആണ് 50% വരുന്നത്. സോ അവിടെ നമുക്ക് ട്രേഡ് എടുക്കാം, ഈ ഒരു ലെവൽ വരെ എടുക്കുക, അല്ലെങ്കിൽ ഈ ഒരു ബോഡി ക്ലോസിൻ്റെ അവിടെ വരെ എടുക്കാം. ഒരു 1:1 ഈ ഒരു ലെവൽ വരെ നമുക്ക് നോക്കാം. ഓക്കെ, ഏറ്റവും കൂടുതൽ ഡിമാൻഡ് സോണാണിത്. ഡിമാൻഡിൽ നിന്ന് റിജക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് റിപ്പീറ്റ് ഡിമാൻഡിൽ നിന്ന് റിജക്ഷൻ വരാൻ ചാൻസസ് ഉണ്ട്. സോ ഈ ഒരു ബോഡി ക്ലോസിന് തൊട്ട് മുമ്പുള്ള ഓർഡർ ബ്ലോക്കിൻ്റെ തൊട്ട് മുകളിൽ നമുക്ക് നോക്കാം. എന്നിരുന്നാലും നമുക്കൊരു 1.126 കിട്ടും. സോ ഈ 78% തൊട്ട് മുകളിലായിരിക്കണം നമ്മൾ എസ്സിൽ വെക്കേണ്ടത്. ശരിക്കും ഏറ്റവും ബെറ്റർ വെക്കുന്നത് 0% മുകളിലാണ്. പക്ഷേ ഇതിൻ്റെ ഈ സിനാരിയോയിൽ നമുക്ക് നല്ലൊരു RR കിട്ടാത്തതുകൊണ്ട് 78.6% മുകളിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചു. ഈ ഒരു സെൽ എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു ഡൗൺ ട്രെൻഡിൻ്റെ റീട്രേസ്മെൻറ്റ് സെൽ എൻട്രി ആണ്. ഓക്കെ, ഏതർ മാർക്കറ്റ് വന്ന് 50% വന്നിട്ട് മിറ്റിഗേറ്റ് ചെയ്തിട്ട് താഴേക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് സെയിം ലെവൽ, പക്ഷേ ഡിഫറെൻറ്റ് ലെവൽ, സെയിം ട്രേഡ്, സെൽ എൻട്രി തന്നെ. അത് ഈ ഒരു ലെവൽ കറക്റ്റ് ആ ഒരു TP തന്നെ വെച്ചിട്ട് സ്റ്റോപ്പ് ലോസ് ആ 78 പോയിൻറ്റ് തൊട്ട് മുകളിൽ വെക്കുന്നുണ്ട് നമ്മൾ. സോ ഇതിൽ നമുക്ക് കിട്ടുന്ന RR എന്ന് പറയുന്നത് 2.36 ആണ്. സോ നേരത്തെ നമ്മൾ 50% എടുക്കുന്നത് 1.12, ഇതിൽ 2.36. സോ ഈ ഒരു റീട്രേസ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സ്വീറ്റ് സ്പോട്ടിൽ നിന്നുള്ള റീട്രേസ്മെൻ്റ് ആണ്. ഓക്കെ, സോ ഈ സ്വീറ്റ് സ്പോട്ടിൽ നിന്നൊരു റീട്രേസ്മെൻ്റ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും കൂടുതൽ വിന്നിങ് റേഷ്യോ വരുന്നത് സ്വീറ്റ് സ്പോട്ടിൽ നിന്നുള്ള റീട്രേസ്മെൻ്റ് ആണ്. സോ ഏറ്റവും ബെറ്റർ ട്രേഡ് എന്ന് പറയുന്നത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ട്രേഡാണ്, 6180 എന്നുള്ളത്. പിന്നെ കുറച്ചുകൂടെ റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. ഈ 50% ഞാൻ റിമൂവ് ചെയ്യുവാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു 61-ൻ്റെ ഇടയ്ക്കും 78-ൻ്റെ ഇടയ്ക്കും നമുക്കൊരു ട്രേഡ് നോക്കാം. സോ ഈ 3 ട്രേഡ്സാണ് നമുക്ക് എടുക്കാൻ, ഈ ഒരു ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ട്രേഡ്സ്. ഇതിൽ വലിയ സ്ട്രാറ്റജീസ് ഒന്നും വരുന്നില്ല. ബട്ട് ഓൾവേസ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഏതൊരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിട്ടുള്ളതാണെങ്കിലും ആ ഒരു ഇൻഡിക്കേറ്റർ നമ്മൾ ശരിക്കും നമ്മുടെ ട്രേഡ് എടുക്കാൻ പ്രൊവൈഡ് ചെയ്യുന്ന 100% എഫോർട്ട് എടുക്കുന്നതായിരിക്കരുത് ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് നമ്മളെ ചാർട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സമയം ചുരുക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കണം ഇൻഡിക്കേറ്റർ എന്നുള്ളത്. സോ ഇതിൽ നമ്മൾ ഹൈ വരച്ചു, ലോ വരച്ചു, അതിൻ്റെ 61% എവിടെയാണ് നമ്മൾ ചെക്ക് ചെയ്തു, കാൽക്കുലേറ്റ് ചെയ്യുന്നു, 78% കാൽക്കുലേറ്റ് ചെയ്യുന്നു, 50% കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് 50% അറിയണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഇവിടെ ഒരു മിഡ് ലൈൻ വരയ്ക്കുന്ന ഒരു മിഡ് ലൈൻ കൂടി വരച്ചിട്ട് ഒരു സ്ക്വയർ വരച്ചിട്ട് എന്ത് ചെയ്യാം, ഒരു മിഡ് ലൈൻ കൂടി ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ 50% പ്രോപ്പറായിട്ട് കിട്ടും. കണ്ടോ, അത് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ പെർസെൻറ്റേജ് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഫിബൊനാച്ചി നമുക്ക് അതിൻ്റെ എത്ര പെർസെൻറ്റേജ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിബൊനാച്ചിയുടെ സഹായം വേണ്ടി വരും. സോ അത് നമ്മുടെ സമയം ചുരുക്കാൻ വേണ്ടി ആയിരിക്കണം. ആ ഒരു ഫിബൊനാച്ചി ആണെങ്കിലും ഏത് ടൂൾസ് ആണെങ്കിലും ഏത് ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിലും യഥാർത്ഥ എന്താ പറയുക പവർഫുൾ ട്രേഡ് സെറ്റപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സെറ്റപ്പ് ആയിരിക്കണം. അത് ഈ പറയുന്ന നോർമലി ഉള്ള ICT ആവാം, SMC ആവാം, പ്രൈസ് ആക്ഷൻ ആവാം. ഒരു ഫിബൊനാച്ചി വെച്ച് മാത്രം നിങ്ങൾ ട്രേഡ് എടുക്കാൻ പാടില്ല. ബട്ട് നിങ്ങൾക്കൊരു പോസിബിലിറ്റി ആ റീട്രേസ്മെൻറ്റ് അവിടെ ഉണ്ട്. ഇവിടെ ഒരു റീട്രേസ്മെൻറ്റ് കാരണം ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഫിബൊനാച്ചി വെച്ച് നമ്മൾ 61.8% നോക്കിയാൽ ദാറ്റ്സ് എ ബെസ്റ്റ് ട്രേഡ് വി ക്യാൻ എവർ ടേക്ക് ബിക്കോസ് ഓഫ് സം റീസൺസ്. ഒന്നാമത്തെ റീസൺ ദേ പിടിച്ചോ, ഇവിടെ ഒരു സെല്ലേഴ്സിൻ്റെ സോണാണ്, ഓൾറെഡി റിജക്ഷൻ വന്നിട്ടുണ്ട്. സെക്കൻഡ് വൺ, ഇത് റെസിസ്റ്റൻസ് ആണ്. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് സെയിം, ബട്ട് സെല്ലേഴ്സ് ഏറ്റവും കൂടുതൽ ആക്ടിവേറ്റ് ഉള്ള മാർക്കറ്റ് വോളിയം കൂടുതലുള്ളത് ഈ ഒരു ഏരിയയിലാണ്. സെക്കൻഡ് റീസൺ, ഇതൊരു റെസിസ്റ്റൻ്റ് ആണ്, അത് റീസെൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. ആൻഡ് ഓൾസോ ഇവിടെ മുകളിലേക്ക് വരുമ്പോൾ ഒരു FEG ഉണ്ടെങ്കിൽ അതും ഒരു റീസൺ ആണ്. ആൻഡ് ഓൾസോ തിരിച്ച് ഈ ഒരു റീട്രേസ് ചെയ്തിട്ട് താഴേക്ക് പോകാനുള്ള റീസൺ ഇവിടെ FEG ഉണ്ട്, 50 മിനിറ്റിൽ FEG ഉണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ സെല്ലേഴ്സിൻ്റെ ലിക്വിഡിറ്റി ഉണ്ട്, അത് സ്വീപ്പ് ചെയ്തിട്ട് താഴേക്ക് വരാം. ഈ 4-5 റീസൺസും ഈ ഒരു ട്രേഡിനെ സഹായിക്കുന്നുണ്ട്. സോ ഞാൻ അതാണ് സിംപ്ലി പറഞ്ഞത്. ഈ ഒരു റീട്രേസ്മെൻറ്റ് മാത്രം നിങ്ങൾ ആരും എടുക്കാൻ പാടില്ല, ഇതിൻ്റെ റീസൺ കൊണ്ട് മാത്രം നിങ്ങൾ എടുക്കാൻ പാടില്ല. പകരം ഈ ഒരു ചെറിയ ചെറിയ ടച്ചപ്പ് അല്ലെങ്കിൽ ആഡ് ചെയ്യുന്ന കുറച്ച് ചെക്ക് പോയിൻറ്റും കൂടി നിങ്ങൾ മനസ്സിൽ വെക്കണം. സോ ഇതൊക്കെ നമ്മൾ എല്ലാ ലൈവ് സെക്ഷനിലും പറഞ്ഞു പോകുന്നതാണ്, ഓർഡർ ബ്ലോക്ക്, FEG, എല്ലാ കാര്യങ്ങളും. സോ അതൊക്കെ ക്ലിയർ ആയിട്ട് ഒന്നുകൂടെ ഞാൻ വീണ്ടും ആവർത്തിച്ച് ഓരോ ട്രേഡിലും പറയാം. അണ്ടിൽ ദെൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒറ്റ ഒരു റീസൺ കൊണ്ട് നമ്മൾ ഒരിക്കലും ട്രേഡ് എടുക്കാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി മിനിമം 5 റീസൺസ്. ഓക്കെ, അതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഒരു 5 റീസൺസ് നമുക്ക് വേണം, എങ്കിൽ മാത്രമേ ആ ഒരു ട്രേഡ് നമ്മൾ എടുക്കാൻ പാടുള്ളൂ എന്ന് തന്നെ ഉറപ്പിച്ച് വെച്ചോളൂ. ഓക്കെ, അല്ലെങ്കിൽ ഒരു 3, ബിറ്റ്വീൻ 3 and 5, ദാറ്റ് ക്യാൻ ബി എ ഗുഡ് കൗണ്ട്. സോ ഇതിൽ മാർക്കറ്റ് എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് 50-50 അല്ലെങ്കിൽ 60-40% മാത്രമേ നമുക്ക് പോസിബിലിറ്റി ഉള്ളൂ. കാരണം മാർക്കറ്റ് എപ്പോഴും ഈ ഒരു റീട്രേസ്മെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനുവേണ്ടിയാണ് മുകളിൽ വരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇത് ഞാൻ ജസ്റ്റ് റിമൂവ് ചെയ്യുകയാണ്. ഈ 618 മാത്രം നമുക്കിപ്പോൾ ഫോക്കസ് ചെയ്യാം. സോ റീട്രേസ് ചെയ്തിട്ട് താഴേക്കൊരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ റിജക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.
നമുക്കൊരു ഇപ്പോൾ ഒരു 1:1 കിട്ടി. ഓക്കെ, സോ ഈ റീട്രേസ് ചെയ്തിട്ട് എന്താണ് 1:1 കിട്ടി. ദെൻ ഇറ്റ്സ് എ ഗുഡ് ട്രേഡ്, ഇറ്റ്സ് എ ഗുഡ് സെറ്റപ്പ്. സോ ഇത്രയും റീസൺസും കൊണ്ട് ഒരു സെല്ലേഴ്സിൻ്റെ പുഷ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 61% മുകളിൽ എന്താണ് ഒരു മാർക്കറ്റിൻ്റെ ലിക്വിഡിറ്റി സ്വീപ്പാണ് നടന്നത്. സോ സ്വീപ്പ് കഴിഞ്ഞിട്ട് താഴേക്ക് വരുന്നു. നമ്മളെന്താണ് നോക്കിയാൽ ആ ഫിബ് റീട്രേസ്മെൻറ്റ് മാത്രം നോക്കിയിട്ടാണ് ഈ ഒരു ലെവൽ നമ്മൾ പഠിച്ചു വെച്ചത്. ഓക്കെ, സോ ഓൾമോസ്റ്റ് ഇതിനിപ്പോൾ ഫുൾ ടി പി ഹിറ്റ് ആയില്ലെങ്കിൽ പോലും വി ഗോട്ട് എ ഗുഡ് RR 1.5. ഈ ഫിബിനോച്ചിയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം ഒരു ഹൈ RR ഒന്നും നോക്കാതെ ഒരു 1.5 അല്ലെങ്കിൽ ഒരു 1:1 ഒക്കെ നോക്കാവും. എപ്പോഴും നമുക്ക് ഒരു ഫുൾ ടി പി ഹിറ്റ് ആവണം, എത്രയും പെട്ടെന്ന് ഹിറ്റ് ആവണം ഒന്നും നിർബന്ധമില്ല. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്താ മാർക്കറ്റ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 78.6% ഒരു സെൽ എൻട്രി നമുക്കിവിടെ കിട്ടി. ഓൾറെഡി ഞാൻ പറഞ്ഞു ബിറ്റ്വീൻ 61.8% ആൻഡ് 78.6% ഇടയിൽ നമുക്കൊരു ട്രേഡും കൂടി നോക്കാം. ദാറ്റ് ഈസ് ദ മോസ്റ്റ് സേഫസ്റ്റ് ട്രേഡ് വി ക്യാൻ എവർ ടേക്ക് വിത്ത് ദിസ് ട്രേഡ് സെറ്റപ്പ്. 78 മുകളിലായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. ഓക്കെ, സോ ഇത് സിംപ്ലി ഒരു RR ആണ്. നല്ലൊരു RR നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 1:2 റിവേഴ്സ്. ഓക്കെ, ഇപ്പോൾ എത്ര RR ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് നോക്കാം. ഈ ഒരു 50% ഞാൻ വെച്ചു എന്ന് വിചാരിക്കുക. ഒരു 1:2.4 അല്ലെങ്കിൽ 2.5 ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ വി സിംപ്ലി ഗോട്ട് എ ഗുഡ് ട്രേഡ് വിത്ത് ദിസ് ഫിബൊനാച്ചി സെറ്റപ്പ്. ഇതിലെന്താണ് റിട്രേസ് ആയിരിക്കുന്നത്? 78.6%-ന് 61.8% മിഡ് ഏരിയയിൽ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് വീണ്ടും നടന്നു. ബിക്കോസ് ദേ വാണ്ട് ടു സീവ് ദ ലിക്വിഡിറ്റി ഓഫ് ദിസ് ട്രേഡേഴ്സ്. ഇവിടുത്തെ ട്രേഡേഴ്സ് അല്ലെങ്കിൽ സെല്ലേഴ്സിൻ്റെ ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടി മാർക്കറ്റ് വീണ്ടും പോയി. ബട്ട് വി ഗോട്ട് എ ഗുഡ് പ്രോഫിറ്റ്. 1:1.56 നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു, അല്ലെങ്കിൽ 80% പ്രോഫിറ്റ് ബുക്ക് ചെയ്തെങ്കിൽ വി ഹാഡ് ദാറ്റ് പ്രോഫിറ്റ് ഇൻ ദ പോക്കറ്റ്. ആൻഡ് ഓൾസോ സെക്കൻഡ് റീട്രേസ്മെൻറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തു. വീണ്ടും ഈ ഒരു RR ഈ ഒരു ലോയിൽ വേണ്ടി നമ്മൾ ടാർഗറ്റ് ചെയ്തു. വി ഗോട്ട് എ ഗുഡ് പ്രോഫിറ്റ് 1:2.5 അഗെയിൻ വിത്ത് ദിസ് സെറ്റപ്പ്. സെയിം റേഞ്ച് ഏരിയ. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? വീണ്ടും നല്ലൊരു RR കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ഫ്രം ദി 61 point, ദാറ്റ് ഈസ് ദ ഫിബൊനാച്ചി സ്വീറ്റ് സ്പോട്ട്. സെക്കൻഡ് വൺ ഫ്രം ദി in the middle portion of between 61.8 and 78.6. സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ എവിടെ വരെ പോകും നോക്കാം മാർക്കറ്റ്. ഓൾറെഡി രണ്ടാമത് വീണ്ടും ഈ ഓൾറെഡി ഫിബൊനാച്ചിയിൽ ഈ ഒരു റേഞ്ച് വരെ കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു റേഞ്ചാണ് റീസെൻറ്റ് ലോ എന്നുണ്ടെങ്കിൽ ഇവിടെ വരെ ടാർഗറ്റ് ചെയ്താലും നമുക്കൊരു 3.5 കിട്ടി. വി ഗോട്ട് പ്രോഫിറ്റ്. സോ ഈ രണ്ട് ട്രേഡും വളരെ സിമ്പിൾ സ്ട്രാറ്റജിയിലാണ്. അതും ഏറ്റവും കൂടുതൽ മാനിപ്പുലേഷൻസ് നടക്കുന്ന ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ മെറ്റലായിട്ടുള്ള ഗോൾഡിലാണ് ഈ ട്രേഡ് നമ്മൾ എടുത്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജിയാണിത്. വിത്ത് ദി ഹെൽപ്പ് ഓഫ് അതർ ചെക്ക് പോയിൻറ്റ്സ്. ഞാൻ പറഞ്ഞ പോലെ 3 to 5 ചെക്ക് പോയിൻറ്റ്സ് ആണ് നമ്മൾ ഇതിനകത്ത് എടുക്കേണ്ടത്. ആ ഒരു 5 ചെക്ക് പോയിൻറ്റ്സ് അല്ലെങ്കിൽ 3 ചെക്ക് പോയിൻറ്റ്സ് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഈ ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. എല്ലാത്തിലും ഫിബ് റീട്രേസ്മെൻ്റ് ഉണ്ട്. ഈവൻ മാർക്കറ്റ് ടേക്കിംഗ് എ ചേഞ്ച് ഓഫ് കാറ്റർ, ഗിവിങ് എ ചേഞ്ച് ഓഫ് കാറ്റർ ഓ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്, അതിലും നമുക്കൊരു ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് കിട്ടും. അത് അടുത്ത ഇതിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ ഇത് ജസ്റ്റ് ഈ ട്രേഡ് ഒന്ന് വാച്ച് ചെയ്യാം. മാർക്കറ്റ് എന്താ വീണ്ടും ചെയ്യുമെന്ന് നോക്കാം. ഇനിയിപ്പോൾ ഓൾറെഡി ഒരു ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഇവിടെ വരെയാണ് ഉദ്ദേശിക്കുന്നത്. അതിന് ശേഷം മാർക്കറ്റിന് ലിക്വിഡിറ്റി ഓൾറെഡി കിട്ടി സെല്ലേഴ്സിൻ്റെ. ഇനി ബയേഴ്സിൻ്റെ ഇവിടെ നിന്നുള്ള ബയേഴ്സിൻ്റെ ലിക്വിഡിറ്റിയും കിട്ടി. ഇനി മാർക്കറ്റ് മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിന് മുകളിലേക്ക് പോകാം. സോ മാർക്കറ്റ് ഈസ് അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് വെദർ ടു ഗോ ദാറ്റ് സൈഡ് ഓർ ദിസ് സൈഡ്. ഇനി നമ്മൾ ആദ്യം വരച്ചിരിക്കുന്ന ഒരു ടി പി അതാണ് ഈ ഒരു ലെവൽ. ഞാൻ പറഞ്ഞതുപോലെ ഡിമാൻഡ് സോണിൻ്റെ മുകളിൽ ഫസ്റ്റ് ട്രേഡ് ഫുൾ ടി പി ദാറ്റ് ഈസ് 2.45. സെക്കൻഡ് ട്രേഡ് ഫുൾ ടി പി ദാറ്റ് ഈസ് 1:5.8. സോ രണ്ട് ട്രേഡും നമുക്ക് കിട്ടി. ഇനി ഓവർ ട്രേഡിങ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓൾറെഡി എടുത്ത ട്രേഡ് കൂടാതെ അത് ഹോൾഡ് ചെയ്തിട്ട് വീണ്ടും ഒരു ട്രേഡ് ഇവിടെ എടുത്തിരുന്നെങ്കിൽ പോലും ഫസ്റ്റ് ട്രേഡ് ഡിഡിൻ ഹിറ്റ് ടി പി, സെക്കൻഡ് ട്രേഡ് ഹിറ്റ് SL. ഫസ്റ്റ് ട്രേഡിൻ്റെ SL ഹിറ്റ് ആയിട്ടില്ല, സെക്കൻഡ് ട്രേഡിൻ്റെ SL ഹിറ്റ് ആയിട്ടില്ല. വി ഗോട്ട് 2 trades വിത്ത് 1 സെറ്റപ്പ്. 1 ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഒരു കപ്പിൾ ഓഫ് ഫെയർ വാല്യൂ ഗ്യാപ്സ്, ഒരു എന്താ പറയുക സെല്ലേഴ്സിൻ്റെ സോണ് ദാറ്റ് ഈസ് റെസിസ്റ്റൻസ് ലെവൽ. ഇത് എല്ലാം കൂടി ചെക്ക് പോയിന്റ് വെച്ചിട്ട് നമുക്ക് 2 ട്രേഡാണ് കിട്ടിയിരിക്കുന്നത്. ഇതെല്ലാം നടന്നത് ഇപ്പോൾ ഒരു ദിവസമാണ്. ഇപ്പോൾ December 2, December 4 ഒറ്റ ദിവസം തന്നെ നമുക്കൊരു ട്രേഡ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഏരിയ വരെ 50 മിനിറ്റ് നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, സോ ഈ ഒരു ലെവൽ ഇപ്പം ഒരു എന്താ പറയുക December 2 നമുക്ക് ഈ ട്രേഡ് കിട്ടി, നമ്മളത് ഹോൾഡ് ചെയ്തു. December 3 നമുക്ക് സെക്കൻഡ് ട്രേഡ് ആക്ടിവേറ്റ് ആയി, അത് ഹോൾഡ് ചെയ്തു, ഹിറ്റ് ചെയ്ത് December 4 ഓക്കെ, അത് ഏർലി മോർണിംഗ്.
സോ 2-3 ദിവസം കൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന RR എന്ന് പറയുന്നത് 1:2.45, 1:5.18. സോ ഇത് 15 മിനിറ്റിൻ്റെ എന്താ പറയുക ടൈം ഫ്രെയിം വെച്ചിട്ടാണ് ഈ ട്രേഡ് എടുത്തത്. അതുകൊണ്ടാണ് അത്രയും ലെങ്തി ആയിട്ടുള്ള ട്രേഡ്സ് ആയത്. എന്നിരുന്നാൽ നിങ്ങൾ ചിന്തിക്കണം, ഈ ഫിബ് റീട്രേസ്മെൻറ്റ് വെച്ചിട്ട് നമ്മൾ 3 ദിവസം ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ ഫിബ് റീട്രേസ്മെൻറ്റിൻ്റെ പവർഫുൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോൺസെപ്റ്റിൻ്റെ ഒരു ആ ഒരു സക്സസ് റേഷ്യോയും ആ ഒരു കോൺസെപ്റ്റിൻ്റെ ഒരു പവർ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം മാർക്കറ്റ് ഈ 3 ദിവസത്തിൽ എന്ത് സംഭവിക്കാം, മാനിപ്പുലേറ്റഡ് ആവാം, അല്ലെങ്കിൽ ഫേക്ക് ബ്രേക്കൗട്ടൊക്കെ കാണിക്കാം. എല്ലാം കാണിച്ചിട്ട് പോലും ആ ഒരു ട്രേഡ് സക്സസ് ആയിട്ട് എൻഡായി, TP ഹിറ്റായി. ഞാൻ ലെവൽ മാർക്ക് ചെയ്തിട്ട് ആ ലെവലിലേക്ക് ഹിറ്റായി. ഈവൻ ഇതിൻ്റെ പകുതിക്ക് വെച്ച് നമ്മൾ എക്സിറ്റ് ആയാലും വി വിൽ ബി ഹാപ്പി അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ, ബിക്കോസ് അവർ TP ഹിറ്റ് ഫുൾ TP ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇത് ഇപ്പം നിലവിലുള്ള ഒരു ഡിസംബർ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വീക്ക് ഉള്ള ട്രേഡാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. ഓക്കെ, ഈ ഫിബ് റീട്രേസ്മെൻറ്റ് വെച്ചിട്ട്. ഓക്കെ, ഇനിയിപ്പോൾ കറൻ്റ്ലി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് നമുക്ക് നിലവിൽ നോക്കാം. ഓക്കെ, ബിഫോർ ഗോയിങ് ഫോർ ദാറ്റ് ഐ നീഡ് ടു കൺഫേം ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് വിത്ത് ദിസ് സെക്ഷൻ. ഇത് വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇത് ഏത് ടൈം ഫ്രെയിമിലും സ്യൂട്ട് ആവുമോ? യെസ്, ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ടൈം ഫ്രെയിമിലും ഇത് സ്യൂട്ട് ആവും. ബട്ട് ഏറ്റവും കൂടുതൽ സക്സസ് റേഷ്യോ ഉള്ള ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഹൈ ടൈം ഫ്രെയിമാണ്. ലൈക്ക് ഫ്രം 15 മിനിറ്റ്, 30 മിനിറ്റ്, 1 hour, 4 hour, 1 day. സോ ഐ പ്രിഫർ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരു 15 മിനിറ്റ് തൊട്ട് മുകളിലേക്ക് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ. 5 മിനിറ്റ്സിൽ ചെയ്യാൻ പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. സക്സസ് റേഷ്യോ പൊതുവെ കുറവായിരിക്കും. ഓക്കെ, ഇത് ആക്ച്വലി ഞാൻ ഇന്നലെ തരാൻ ഉദ്ദേശിച്ച ട്രേഡായിരുന്നു. ഇന്നലെ മാർക്കറ്റ് ക്ലോസ്ഡ് ആയിരുന്നു. ശരിക്കും ആ ട്രേഡ് ഞാൻ ഇന്നലെ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ഡിലീറ്റ് ചെയ്തതായത്. ഈ ഒരു ട്രേഡ് ആക്ടിവേറ്റ് ആയത് ഏർലി മോർണിംഗ് ആണ്. ഓക്കെ, മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ്. സോ അതുകൊണ്ട് ആണ് ഞാൻ ഈ ഗോൾഡിൻ്റെ ഈ ട്രേഡ് തരാതിരുന്നത്. പക്ഷേ റീട്രേസ് ആയിട്ടുണ്ട്. പക്ഷേ ഗോൾഡ് ഇങ്ങനെ നടന്ന ഒരു റേഞ്ചിൽ കളിക്കുവാണ്. അതുകൊണ്ട് നമുക്കത് എന്താ പറയുക ചെയ്യാൻ പറ്റിയില്ല, നമുക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ഇതായിരുന്നു ആക്ച്വലി സെറ്റപ്പ്. ഇന്നലെ മാർക്കറ്റ് ക്ലോസ്ഡ് ആയിരുന്നു. ഇന്നലെ ഞാൻ സെറ്റ് ചെയ്തിരുന്ന ട്രേഡായിരുന്നു ആക്ച്വലി. മാർക്കറ്റ് ക്ലോസ്ഡ് ആയ സമയത്ത് മുകളിലേക്ക് ആ ഒരു അനലൈസ് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നിയത് മുകളിലേക്ക് പോകും, ഈ ഒരു ഏരിയ വരെ പോകും എന്നുള്ളൊരു കോൺസെപ്റ്റായിരുന്നു. അതിലെല്ലാ ചെക്ക് പോയിൻറ്റ്സും ടിക്ക് ആയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇത് നല്ലൊരു റേഷ്യോ, നല്ലൊരു 1:1 റേഷ്യോ ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ റീട്രേസ് ആയിരുന്നു നമ്മുടെ എൻട്രി പോയിൻറ്റ്. ഈ ഒരു എൻട്രി പോയിൻറ്റ് റീട്രേസ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ യൂറോ USD നമ്മൾ നല്ല അടിപൊളി ട്രേഡ്സാണ് ഇന്ന് എടുത്തത്. ആ 2 ട്രേഡ്സും ഫുൾ TP ഹിറ്റ് ആയതുകൊണ്ട് ഞാൻ ലൈവിൽ ബാക്കി നോക്കാമെന്ന് വിചാരിച്ചതുകൊണ്ടാണ് ഞാൻ ഈ റീട്രേസ്മെൻറ്റ് ആയിട്ടും ഞാൻ തരാതിരുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് നോട്ട് സാറ്റിസ്ഫാക്ടറി. നമുക്കൊരു 1:1 റേഞ്ചിൽ ഗോൾഡ് കിടന്ന് കളിക്കുകയാണ്. ഒരു സൈഡ് വേസ് ആണ് ഇപ്പോൾ നിലവിൽ. സോ അതുകൊണ്ട് ഈ ട്രേഡ് നമ്മൾ എടുക്കാഞ്ഞ നന്നായി. വെറുതെ പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്ത് ഉള്ള ക്ഷമയ്ക്ക് പോയാൽ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ഫിബൊനാച്ചിയിൽ ആർക്കെങ്കിലും? 5 മിനിറ്റ്സിൽ നമുക്ക് നോക്കാം 5 മിനിറ്റ്സിൽ എന്താണെന്നുള്ളത്. സോ 5 മിനിറ്റ്സ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ഒരു ഏരിയ. ഓക്കെ, നമുക്ക് ഈ ഒരു ഏരിയ നോക്കാം. ഈ ഒരു ഡിമാൻഡ് സോണിൽ നിന്ന് വന്നിട്ടുള്ളൊരു ബൈ. ഓക്കെ, സോ ഇവിടെ തൊട്ട് ഇവിടെ വരെ ഞാൻ എടുക്കുവാണ്. ഈ ഒരു ലെവൽ. ഓക്കെ, ഈ ഒരു ലെവൽ എടുത്തതിന് ശേഷം മുകളിലേക്ക് ബൈ വന്നു. ഓക്കെ, റീട്രേസ് ആവുന്ന ഏരിയ ഈസ് 50%, 61%, 78%. സോ 2-3 ട്രേഡ്സാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഈ ഒരു റേഞ്ച് വന്നതിന് ശേഷം താഴേക്ക് വന്നിട്ടുണ്ട്. 50% നമുക്ക് ഈ ട്രേഡ് എടുക്കാം. അത് ഈ ഒരു ഹൈ വരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 1:2 ഒക്കെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഫിബ് റീട്രേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡയറക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പ് ഡിസ്കൗണ്ട് പ്രൈസിന് വന്ന് വാങ്ങിക്കും. ആ വാങ്ങിക്കുന്ന ഏരിയനെയാണ് റീട്രേസ്മെൻറ്റ് സോൺ എന്ന് പറയുന്നത്. ദാറ്റ് ക്യാൻ ബി 50% ഓഫ് ദ ടോട്ടൽ ലെങ്ത് ഓർ 618, ദാറ്റ് ഈസ് എ സ്വീറ്റ് സ്പോട്ട് ഓഫ് ഫിബൊനാച്ചി, ആൻഡ് 78.6%. സോ ഇവിടെ നമ്മൾ എടുത്തിരുന്നെങ്കിൽ 78 തൊട്ട് താഴെ എടുത്തിരുന്നെങ്കിൽ എന്താണ് 50% നമുക്കൊരു ട്രേഡ് കിട്ടുമായിരുന്നു. 61 നമുക്ക് കിട്ടത്തില്ലായിരുന്നു. ബട്ട് 61 നമുക്ക് കിട്ടി. എപ്പോഴാണ് 61 നമുക്ക് എപ്പോഴാണ് കിട്ടിയത്? ഇന്നത്തെ ദിവസം മാർക്കറ്റ് ക്ലോസ് ആയി ഫ്രൈഡേ. ബട്ട് വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഏരിയ ആണ്. ഓക്കെ, ഇവിടെ വരെ നമ്മൾ ടാർഗറ്റ് ചെയ്തത് 1:7 ആണ്. ബട്ട് പ്രോപ്പർലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 61.8% ഫിബൊനാച്ചിയുടെ 61.8% കറക്റ്റായിട്ട് മിറ്റിഗേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയി.
സോ ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും നല്ല സ്വീറ്റ് സ്പോട്ട്, ആ ഒരു പേരിൽ തന്നെ ഒരു സ്വീറ്റ്നെസ് ഉണ്ട്. ആ സ്വീറ്റ് സ്പോട്ടിൽ എന്തായാലും റീട്രേസ് ആവാൻ ചാൻസസ് കൂടുതലാണ്. ആൻഡ് ഓൾസോ വി ഗെറ്റ് എ സ്മോൾ SL 1:7.6 ആണ്. ആ ഒരു ട്രേഡ് നമ്മൾ നോക്കിയാൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1:3 ആണ്, ഓൾമോസ്റ്റ് 1:3. കണ്ടോ, ആ ഒരു ഫിബ് റീട്രേസ്മെൻറ്റ് വെച്ചിട്ടാണ് ഈ ഒരു ബയേഴ്സിൻ്റെ സോണ് അതിൽ റീട്രേസ് ആയിട്ട് മുകളിലേക്ക് പോയി. പിന്നെ അത് ആ ലെവൽ, പഴയ ലെവൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ലെവലിലേക്കാണ് 618 നമുക്ക് മാർക്കറ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ 5 മിനിറ്റ്സിൻ്റെ സെറ്റപ്പാണിത്. ദിസ് ഈസ് ഓൾസോ എ സക്സസ്ഫുൾ ട്രേഡ്. നമുക്ക് ഈ ഒരു ബയേഴ്സിൻ്റെ സോൺ നോക്കി വെച്ച് നോക്കാം. ഇവിടെ തൊട്ട് ഇവിടെ വരെയാണ് വന്നിരിക്കുന്നത് അല്ലേ, ഇത്രയും ബയേഴ്സാണ് വന്നിരിക്കുന്നത്. അതിനുശേഷം കണ്ടിന്യൂ ആയി ഈ റെസിസ്റ്റൻസ് ബ്രേക്കായി സപ്പോർട്ടാക്കി നല്ല രീതിയിൽ ആ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും റെസിസ്റ്റൻസ് ആയിട്ട് ഫോമായി. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് കേട്ടോ, റീസെൻറ്റ് ഹിസ്റ്റോറിക്കൽ റെസിസ്റ്റൻസ് ഓൾറെഡി വീണ്ടും അത് റെസിസ്റ്റൻസ് ആണ്. ബിക്കോസ് ഹിസ്റ്റോറിക്കൽ റെസിസ്റ്റൻസ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അത് അടുത്ത ഇപ്പോൾ നേരത്തെ റെസിസ്റ്റൻസ് ഇപ്പോഴത്തെ സപ്പോർട്ടാണെങ്കിൽ ഇപ്പോഴത്തെ റെസിസ്റ്റൻസ് പിന്നത്തെ എന്താ പറയുക റെസിസ്റ്റൻസ് ആവും, സപ്പോർട്ട്. സോ അതിങ്ങനെ മാറി മാറിയിരിക്കും, അതിങ്ങനെ ലെവൽ മാറി മാറി കളിക്കും. ഓക്കെ, ഈ ഒരു ഏരിയ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ട്രേഡ് നമുക്ക് വിട്ടേക്കാം. ഈ ഒരു ഏരിയ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ റീട്രേസ് ആയിരിക്കുന്നത് എവിടെയാണ്? 78.6%. 78.6% റീട്രേസ് ആയിട്ട് മുകളിലേക്ക് പോയി. ഓക്കെ, സോ ഈ ഒരു ലെവലിൽ മുകളിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ 78 തൊട്ട് താഴെയാണ് നമ്മൾ SL വെക്കുന്നത്. ഓക്കെ, കാരണം 78 തന്നെ ടച്ച് ചെയ്ത് വെക്കണമെന്നില്ല. ബിക്കോസ് 78 മിറ്റിഗേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് ഫിബിനോച്ചിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ഫോൾ ചെയ്തു, നമ്മൾ പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്തു. 618 ഒരു ഹൈ ക്രിയേറ്റ് ആയി. ഓക്കെ, അതിന് ശേഷം 718 വന്നു, മാർക്കറ്റ് വന്നു. ഓക്കെ, പ്രോപ്പർ 718 മിറ്റിഗേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയി. 78 എടുത്തിട്ട് എത്ര RR കിട്ടിയത്? 1:4.6. അപ്പോൾ ഇത് കുറച്ചുകൂടെ SL വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 1:3 ഒക്കെ കിട്ടുള്ളൂ. ഈ ഒരു എന്താ പറയുക റീസെൻറ്റ് ലോയുടെ താഴെ വെച്ച് കഴിഞ്ഞാൽ റിസ്ക് കുറയ്ക്കാൻ വേണ്ടി. കാരണം ഇത്രയും താഴെ വരുമ്പോൾ നമ്മളൊന്ന് പേടിക്കും ആ ട്രേഡിൽ. ഓക്കെ, ഒരു നോർമൽ ഈ ഒരു 1:5 ആണെങ്കിൽ എന്തായാലും നമുക്ക് കിട്ടും. ഓക്കെ, സോ 1:5 ആ ഒരു ട്രേഡ് നമുക്ക് കിട്ടും. ഈ ഒരു ഫിബിനോച്ചി വെച്ചിട്ട് മാത്രമാണ് ഈ ട്രേഡ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ആൻഡ് ഓൾസോ ഞാൻ പറഞ്ഞു ദർ ഷുഡ് ബി സം ചെക്ക് പോയിൻറ്റ്സ്, അതർ ചെക്ക് പോയിൻറ്റ്സ് ഓൾസോ ടു ബി ടേക്കൺ ആസ് എ ട്രേഡ്. നമ്മൾ ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് റീസൺസ് കൂടി നമുക്ക് വേണം. ചെക്ക് പോയിൻറ്റ്സ് നമുക്ക് പേഴ്സണലി നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. ഇപ്പം FEG ആവും, ഓർഡർ ബ്ലോക്ക് ആവും, ഇതൊക്കെ നല്ല നല്ല ചെക്ക് പോയിൻറ്റ്സ് ആണ്. ആൻഡ് ഓൾസോ ലിക്വിഡിറ്റി സ്വീപ്പ്, ഏറ്റവും വലിയ അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ലിക്വിഡിറ്റി സ്വീപ്പാണ്. ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ലിക്വിഡിറ്റി സ്വീപ്പാവും, എന്നിട്ട് മാർക്കറ്റ് ഡയറക്റ്റ് ആ ഒരു ഡയറക്ഷനിലേക്ക് പോകും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ഫോം ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഫോം ആയിട്ടുണ്ട്. സെക്കൻഡ് ലൈൻ ഇതാണ് ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി. സോ ഈ രണ്ട് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് ഒറ്റയടിക്കാണ് താഴേക്ക്. ഓക്കെ, സോ ഇവിടെ ഹയർ ലോ ഹയർ ലോ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നു. വീണ്ടും കുറച്ച് സ്വീപ്പ് ചെയ്തു, നമ്മുടെ റെസിസ്റ്റൻസിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് വീണ്ടും ഒരു ലിക്വിഡിറ്റി ചെയ്തു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ എന്തായി? ലിക്വിഡിറ്റി ഒറ്റയടിക്ക് സ്വീപ്പ് ചെയ്തു. സ്വീപ്പിങ്ങിൻ്റെ ക്യാൻഡിൽ കണ്ടില്ലേ, ഇവിടെ തൊട്ടാണ് ലിക്വിഡിറ്റി എഞ്ചിനീയർ ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു ഏരിയ ഫുള്ള് സ്വീപ്പ് ചെയ്തു. ഇനി താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഏരിയയിലും ഉണ്ട് ലിക്വിഡിറ്റി. ആ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാനായിട്ട് എന്തായാലും മാർക്കറ്റ് താഴേക്ക് വരും. താഴേക്ക് വന്നോ? ഈ ഒരു ലെവൽ വരെ വന്നു. ഇനിയിപ്പോൾ താഴേക്ക് വരാനും ചാൻസസ് ഉണ്ട് കേട്ടോ. സോ ഇന്ന് മാർക്കറ്റ് ശരിക്കും ഇന്ന് മോർണിംഗ് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലാണ്, ഈ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഗോൾഡ്. സോ അതുകൊണ്ട് നമുക്ക് ട്രേഡ്സ് ലോ ടൈം ഫ്രെയിം വെച്ചിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഹൈ ടൈം ഫ്രെയിം വെച്ചിട്ട് എടുക്കാനുള്ളൊരൊന്നും കിട്ടിയിട്ടില്ല. ബിക്കോസ് ഇറ്റ്സ് ഇൻ എ അക്യുമുലേഷൻ സ്റ്റേജിലല്ല നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്. അതിന് ശേഷം ഒരു മാനിപ്പുലേഷൻസ് ഉണ്ടാവും. മാനിപ്പുലേഷൻ കഴിഞ്ഞിട്ട് എക്സ്പാൻഷൻ ഉണ്ടാവും. ആ എക്സ്പാൻഷൻ്റെ റീട്രേസ്മെൻറ്റിനാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്. ഓക്കെ, എനി അതർ ഡൗട്ട്സ്? ഇതും ചോദിച്ചു എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, എന്താ ഐഡൻറ്റിഫൈ ചെയ്യുന്ന കാര്യം ഉദ്ദേശിച്ചത്? ഹൗ ടു ഐഡൻറ്റിഫൈ ഇറ്റ്? ചേട്ടാ, നമുക്ക് ഈ അക്യുമുലേഷൻ സ്റ്റേജും മാനിപ്പുലേഷനും അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന്? ഓക്കെ, നേരത്തെ ലൈവ് സെഷനിൽ കയറാത്തതുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചത്. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം. അക്യുമുലേഷൻ എന്ന് പറയുന്നത് സൈഡ് വേസ് ആണ്. മാർക്കറ്റ് സൈഡ് വേസ് പോകും. ഓക്കെ, മാർക്കറ്റ് നമ്മൾ സൈഡ് വേസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അതൊരു അക്യുമുലേഷൻ സ്റ്റേജ് ആണ്. ഓക്കെ, മാർക്കറ്റ് ഈസ് നോട്ട് ഏബിൾ ടു ടേക്ക് എ ഡിസിഷൻ
എയ്തർ ദാറ്റ് ക്യാൻ ബി ട്രൂ, അതർവൈസ് മാർക്കറ്റ് ഈസ് മാനിപ്പുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ലിക്വിഡിറ്റി എഞ്ചിനീയർ ചെയ്യുവാണ്. സോ ഈ ഒരു സോണിൽ നോക്കിക്കഴിഞ്ഞാൽ ലിക്വിഡിറ്റി എവിടെ ഉണ്ട്? സെല്ലേഴ്സിന് ലിക്വിഡിറ്റി ഇവിടെ ഉണ്ട്, സ്റ്റോപ്പ് ലോസ് ഇവിടെ ഉണ്ട്, ബയേഴ്സിന് സ്റ്റോപ്പ് ലോസ് ഇവിടെ ഉണ്ട്. സോ ഈ ഒരു ലിക്വിഡിറ്റി സീപ്പ് ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ലിക്വിഡിറ്റി സീപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളെ കൊണ്ട് ട്രേഡ് എടുപ്പിക്കാനാണ് മാർക്കറ്റ് നോക്കുന്നത്. ഈ ഒരു അക്യുമുലേഷൻ സ്റ്റേജ്, അക്യുമുലേഷൻ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം, സൈഡ് വേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം, അല്ലെങ്കിൽ ബോക്സ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഓക്കെ, റേഞ്ച് എന്ന് വേണമെങ്കിൽ വിളിക്കാം, ഒരു റേഞ്ച് എന്നും വിളിക്കാം. ഇങ്ങനത്തെ 4-5 നെയിംസ് ആണ് നമുക്കുള്ളത്. ഓക്കെ, സോ ഈ ഒരു റേഞ്ചാണ് ഫസ്റ്റ് നമുക്ക് അക്യുമുലേഷൻ സ്റ്റേജ്. പിന്നെ നോക്കിയേ, റേഞ്ചിൽ കിടക്കുവാണ്. ഓക്കെ, ഈ ഒരു റേഞ്ചാണ് ഒരു അക്യുമുലേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതിലെന്താണ് സംഭവിക്കുന്നത്? ഒരു റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്ത് താഴെ ഒരു ഡിമാൻഡിൽ ടച്ച് ചെയ്ത് മുകളിലേക്ക് പോവാം. ആ റേഞ്ചിൽ തന്നെ മാർക്കറ്റ് മുകളിലേക്ക് ഇതാക്കുക. മേ ബി മാർക്കറ്റ് ഇൻഡിസിഷൻ ആയിരിക്കാം, അത് വളരെ ചാൻസ് കുറവാണ്. ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഇവിടുന്ന് ബൈ ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ടിൽ നിന്ന് ഒരു നല്ല റെസിസ്റ്റൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടുന്ന് ബൈ എടുക്കും. ഇവിടുന്ന് ബൈ എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കും. ഇനി ഈ സ്റ്റോപ്പ് ലോസ് എപ്പോൾ ഹിറ്റ് ആവും നമുക്ക് നോക്കാം. ഇത് ഹിറ്റ് ആവാനായിട്ട് താഴെ വരും. ഓക്കെ, അങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. സോ അക്യുമുലേഷൻ സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അക്യുമുലേഷൻ അല്ലെങ്കിൽ സൈഡ് വേസ് ആണ്. അതിനുശേഷം ഒരു മാനിപ്പുലേഷൻ നടക്കും. ഇവിടുന്ന് ബൈ ചെയ്തിട്ടുള്ളവരുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റ് ചെയ്യും, എന്നിട്ട് മുകളിലേക്ക് പോയി കാണിക്കും. ഓക്കെ, ശരിക്കും മുകളിലേക്ക് പോയിട്ട് ഇപ്പം 2 ടൈപ്പ് ഉണ്ട്. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കാണിച്ചിട്ട് റീട്രേസ് ആവുമെന്ന് വിചാരിക്കും, പക്ഷെ നേരെ മുകളിലേക്ക് പോകും. കാരണം ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് നമുക്ക് തരും. ആ ഫേക്ക് ബ്രേക്ക് ഔട്ടിനെയാണ് നമ്മൾ മാനിപ്പുലേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് മാനിപ്പുലേഷൻ. കാരണം ഇവിടുത്തെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് എന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും? മുകളിലേക്ക് പോകും. മുകളിലേക്ക് പോകുന്നതിന് മുമ്പ് മാർക്കറ്റ് എന്താണെങ്കിലും റീട്രേസ് ആവും. ഓക്കെ, മുകളിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തായാലും മാർക്കറ്റ് റീട്രേസ് ആവും. സോ ഈ ഒരു റേഞ്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ ലിക്വിഡിറ്റി സീപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയി എക്സ്പാൻഷൻ. ഇതാണ് മാനിപ്പുലേഷൻ. മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് എന്നാണ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളെ കൊണ്ട് ഫേക്ക് ബ്രേക്ക് ഔട്ട്, ഇവിടെ ഫേക്ക് ബ്രേക്ക് ഔട്ട് കാണും. ഈ സപ്പോർട്ടൊക്കെ ബ്രേക്ക് ആകുമ്പോഴത്തേക്ക് കുറേ സ്കാൽപ്പേഴ്സ് അല്ലെങ്കിൽ കുറേ ട്രേഡേഴ്സ് ഉണ്ട്, അവരെന്ത് ചെയ്യും? സെല്ല് ചെയ്യും. ഓക്കെ, അവർ സപ്പോർട്ട് ബ്രേക്ക് ആകുമ്പോൾ സെല്ല് ചെയ്യുന്നവരുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി ഇവിടുന്ന്. ഓക്കെ, സെൽ സ്റ്റോപ്പ് ഇട്ട് വെക്കും. ഈ ഒരു ഏരിയയുടെ താഴെ വന്നു കഴിഞ്ഞാൽ എന്തായാലും താഴേക്ക് പോകുമെന്ന് വിചാരിച്ചിട്ട്. ഇവന് ബൈ ആണെങ്കിൽ നേരെ തിരിച്ച്. സോ ഇതാണ് മാനിപ്പുലേഷൻ സ്റ്റേജ്. പിന്നെ ഉള്ളത് എന്താ പറയുക, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും, അല്ലെങ്കിൽ എക്സ്പാൻഷൻ എന്ന് പറയും. ഡിസ്ട്രിബ്യൂഷൻ ഓക്കെ. സോ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് മുകളിലേക്കാണ് മാർക്കറ്റിന് പോകേണ്ടത്. സോ അതിന് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഫിബ് റിട്രേസ്മെൻറ്റ് നടക്കും. ഓക്കെ, ഒരു 50% വന്ന് മിറ്റിഗേറ്റ് ചെയ്യും എന്ന് വിചാരിക്കാം. ഓക്കെ, 50% അല്ലെങ്കിൽ ഒരു 61.8% മിറ്റിഗേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് കണ്ടിന്യൂ ചെയ്യും. സോ ഈ ഒരു ശരിക്കും എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യുന്ന മുകളിലേക്കാണ്. അതിന് മുമ്പ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇവിടുന്ന് തൊട്ട് ഇവിടെ വരെ ഉള്ളതിൻ്റെ ഒരു 61.8%, 78%, 50% റീട്രേസ് ചെയ്തിട്ടാണ് മുകളിലേക്ക് പോകുന്നത്. സോ ഇതിലെടുക്കേണ്ട ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യുമുലേഷൻ കഴിയുക, മാനിപ്പുലേഷൻ കഴിയുക, ഡിസ്ട്രിബ്യൂഷൻ കഴിയുക. ഇത് 3 കഴിഞ്ഞിട്ടാണ് നമ്മൾ ട്രേഡ് ഇടുന്നത്. എവിടെയാണ്? റീട്രേസ്മെൻറ്റ്. ഇത് ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് നല്ലൊരു ഹൈ ക്രിയേറ്റ് ആവും, ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തരും, അല്ലെങ്കിൽ റീസൺ ഹൈ ബ്രേക്ക് ആവും, നല്ലൊരു ബയ്യേഴ്സിൻ്റെ വോളിയമുള്ള ക്യാൻഡിൽസ് കാണാം. ഇതൊക്കെ അതിനകത്ത് വരും. സോ ഇങ്ങനെ ഒരു ബൈ നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ അപ് ട്രെൻഡ് സിനാരിയോയിലാണെങ്കിലാണ്, ഇതെല്ലാം നേരെ വൈസ് വേഴ്സയാണ് ഡൗൺ ട്രെൻഡിൽ. സോ ബൈ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റീട്രേസ്മെൻറ്റിൽ നമുക്ക് ബൈ എടുക്കാം. ഓക്കെ, ബൈ ലിമിറ്റ് എടുത്ത് വെക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഡിമാൻഡ് സോൺ അല്ലെങ്കിൽ സപ്പോർട്ടിൽ വന്നിട്ട് ഇത് അടുത്ത സപ്പോർട്ടാണ്, റെസിസ്റ്റൻസ് ബ്രേക്കായി സപ്പോർട്ടായി, ആ സപ്പോർട്ടിൽ മിറ്റിഗേറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് പോകും. അപ്പോൾ ഇവിടുത്തെ ഈ ബൈ ആണ് നമ്മൾ എടുക്കേണ്ടത്. ട്രേഡ് ചെയ്യാൻ അറിയാത്തവർ എന്ത് ചെയ്യും, അല്ലെങ്കിൽ മിസ്റ്റേക്സ് വരുത്തുന്നവർ എന്ത് ചെയ്യും? ഈ സെല്ല് എടുക്കും. ഈ സെല്ല് ഒരിക്കലും നമ്മൾ എടുക്കരുത്. ഈ സെല്ല് നമുക്കുള്ള ട്രാപ്പാണ്. ഓക്കെ, ഇവിടെ ഇനിയിപ്പം നേരെ തിരിച്ച് വന്നെന്ന് വിചാരിച്ചോ, വേറൊരു ലെവലിൽ, ഇപ്പോൾ ഈ ഒരു ലെവലിൽ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് വിചാരിച്ചോ. ഇവിടെ ഒരു മാനിപ്പുലേഷൻ നടന്നു, മാനിപ്പുലേഷൻ കഴിഞ്ഞിട്ട് SL എല്ലാം എടുത്തു,
എന്നിട്ട് നന്നായിട്ടൊരു ലോ ക്രിയേറ്റ് ആയി, അല്ലെങ്കിൽ താഴേക്കൊരു ഡിസ്ട്രിബ്യൂഷൻ നടന്നു. സോ താഴേക്കൊരു ഡിസ്ട്രിബ്യൂഷൻ നടന്നതിന് ശേഷം എന്ത് ചെയ്യും, മാർക്കറ്റ് റീട്രേസ് ചെയ്യും. ആ സെല്ലാണ് നമ്മൾ എടുക്കേണ്ടത്. സെൽ സൈഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെല്ലാണ് നമ്മൾ എടുക്കേണ്ടത്. അത് നമുക്ക് ഫിബിനോച്ചി നോക്കിയിട്ട് വേണമെങ്കിൽ എടുക്കാം. ഫിബിനോച്ചി നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, ഒരു 61% നമ്മൾ മിറ്റിഗേറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ ഒരു റീട്രേസ്മെൻറ്റ് ചെയ്തിട്ടേ പോകത്തുള്ളൂ. ബിക്കോസ് മാർക്കറ്റിന് സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈ വാല്യൂ അല്ലെങ്കിൽ നല്ലൊരു എമൗണ്ട് ഹൈ ആക്കിയിട്ടേ സെല്ല് ചെയ്യത്തുള്ളൂ. താഴെ നിന്ന് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അത്രയും ലോസ് ആണ്. ഇവിടുന്ന് സെല്ല് ചെയ്ത് അത്രയും പിപ്സും കൂടി അവർക്ക് പ്രോഫിറ്റ് കിട്ടും. ബൈ ചെയ്യുവാണെങ്കിലോ ഡിസ്കൗണ്ട് പ്രൈസിൽ നിന്ന് ബൈ ചെയ്യുക, കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കാൻ നോക്കുക. സോ അതാണ് ഈ ഒരു രണ്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഓൾസോ ഇതിനെ പറയുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ AMD എന്ന് പറയും. ഓക്കെ, AMD എന്ന് വെച്ചാൽ A for accumulation, M for manipulation, D for distribution. അതിനെയാണ് AMD എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ AMDനെ പറ്റി പഠിച്ചു, ഫിബിനോച്ചിനെ പറ്റി പഠിച്ചു. ശരിക്കും ഫിബിനോച്ചി അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് AMD എന്ന് അറിഞ്ഞിരിക്കണം. സോ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതിന് താങ്ക് യു സോ മച്ച് നിതുൻ. അത് ഞാനും വിട്ടിരിക്കുമായിരുന്നു. അത് ആ ഒരു കാര്യം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഫിബിനോച്ചി നിങ്ങൾക്ക് ചെയ്തിട്ട് കാര്യമുള്ളൂ. അങ്ങനെയാണ് നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അക്യുമുലേഷൻ കഴിഞ്ഞിട്ട് മാനിപ്പുലേഷൻ, അത് കഴിഞ്ഞിട്ട് ഡിസ്ട്രിബ്യൂഷൻ്റെ റീട്രേസ്മെൻറ്റിൽ നമ്മൾ ട്രേഡ് എടുക്കും. ഓക്കെ, സോ അങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ആവുന്നത്. ലിക്വിഡിറ്റി സ്വീപ്പും ലിക്വിഡിറ്റി എഞ്ചിനീയറിങ്ങും എല്ലാ ട്രേഡ്സിലും നമ്മൾ നിർബന്ധമായിട്ടും കണക്ക് കൂട്ടണം. ബിക്കോസ് അതാണ് വേണ്ടത്. മാർക്കറ്റ് മൂവ് ആവാൻ ഫ്യൂവൽ വേണം. കണ്ടോ, ഇപ്പോൾ ഇവിടുന്ന് ബൈ ചെയ്തിട്ടുള്ളവരുടെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലോയിൻ്റെ താഴെ വെച്ചിരുന്നെങ്കിൽ അത് ഹിറ്റായിട്ടുണ്ടാവും. കണ്ടോ, അത് ഹിറ്റായിട്ടുണ്ടാവും. ഇവിടെ എന്താണ്, ഒരു മാനിപ്പുലേഷനാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് എന്താണ് വേണ്ടത്, ഈ റേഞ്ചിൽ നിന്ന് ഒരു ഡിസ്ട്രിബ്യൂഷൻ വേണം. ഓക്കെ, either market wants to go, if the market wants to go upside, then it should create a high, new high. Otherwise ഒരു ലോ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ it should create a new low. ഓക്കെ, സോ ഈ ഒരു റേഞ്ചിൽ നിന്ന് മാറണം, എങ്കിലേ നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. നെവർ ട്രേഡ് ഇൻ ദ റേഞ്ച് സോൺ അല്ലെങ്കിൽ അക്യുമുലേഷൻ സോൺ. അക്യുമുലേഷൻ സോണിലല്ല നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്. അക്യുമുലേഷൻ കഴിഞ്ഞിട്ട് മാനിപ്പുലേഷൻ ഉണ്ട്, മാനിപ്പുലേഷൻ കഴിഞ്ഞ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ട് ആണ് അതിൻ്റെ റീട്രേസ്മെൻറ്റിലാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ബിഫോർ ഹെഡിങ് ടു ദി എക്സാമ്പിൾ. സോ നമുക്ക് എക്സാമ്പിൾ നോക്കുന്നത് നമ്മൾ എന്താണ്, ഈ അക്യുമുലേഷൻ AMDയുടെ എക്സാമ്പിളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, AMDയുടെ എക്സാമ്പിൾ നമുക്ക് ലൈവ് ചാർട്ടിൽ തന്നെ നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് എന്താണ്, ഒരു റേഞ്ചാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, റേഞ്ച് നമുക്ക് സ്ട്രെയിറ്റ് റേഞ്ച് വേണമെന്നൊന്നുമില്ല കേട്ടോ, ചെറിയൊരു സ്ലൈറ്റ് റേഞ്ച്. ഇപ്പോൾ ഇതൊരു റേഞ്ചാണ്, ദിസ് ഓൾസോ അക്യുമുലേഷൻ. ചെറിയൊരു ഡൗൺ ട്രെൻഡ് ആണെന്ന് പറഞ്ഞാൽ പോലും ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ, അതിൽ മാനിപ്പുലേഷൻ കഴിഞ്ഞിട്ട് എക്സ്പാൻഷൻ ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു റേഞ്ച് ഞാനിപ്പം നീട്ടി വരയ്ക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു റേഞ്ച് ഞാൻ താഴെ വരെ വരച്ചേക്കും. ഓക്കെ, ഈ ഒരു ലെവൽ വരെ വരച്ചേക്കുവാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? കുറച്ചുകൂടെ തിക്കാക്കാം. ഓക്കെ, ഈ ഒരു റേഞ്ച് ഞാൻ വരച്ചു. സോ ഇത് എന്ന് പറയുന്നത് ഒരു മാനിപ്പുലേഷൻ സ്റ്റേജാണ്, അക്യുമുലേഷൻ സ്റ്റേജാണ്. ഓക്കെ, ദിസ് ക്യാൻ ബി ടേക്കൻ ആസ് എൻ അക്യുമുലേഷൻ സ്റ്റേജ്. കാരണം മാർക്കറ്റ് വലിയ മൂവ്മെൻറ്റ് വരുത്തുന്നില്ല. അക്യുമുലേഷൻ സ്റ്റേജാണ് ഇത്. ഇതിലെന്താണ്, മാനിപ്പുലേഷൻസ് ഉണ്ട്. ഈ ഒരു റെസിസ്റ്റൻസ്, ഈ ഒരു സപ്പോർട്ട്, ഇതിനെ ബ്രേക്ക് ചെയ്തൊരു മാനിപ്പുലേഷൻ ഉണ്ട്. ഇവിടെ ഒന്നും മാനിപ്പുലേഷൻ നടന്നിട്ടില്ല, മാനിപ്പുലേഷൻ നടന്നത് ഇവിടെയാണ്. ഓക്കെ, പുതിയൊരു ഹൈ ക്രിയേറ്റ് ആയി. സോ ഈ ലെവൽ, ഈ ഒരു ഇതിനെയാണ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഏത് ട്രെൻഡാണെന്ന് നോക്കേണ്ടത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡൗൺ ട്രെൻഡാണ്, 5 മിനിറ്റിൽ ഡൗൺ ട്രെൻഡാണ്. ഇവിടെ കുറച്ച് നേരം ഒരു മാനിപ്പുലേഷൻ ഉണ്ടായി, അക്യുമുലേഷൻ ഉണ്ടായി. അക്യുമുലേഷൻ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു മാനിപ്പുലേഷൻ ഉണ്ടായി. ദിസ് വൺ ഈസ് എ സെക്കൻഡ്, ഫസ്റ്റ് വൺ, M ഈസ് ദ സെക്കൻഡ് വൺ, AMD എന്നാണ്. ഇനി നമുക്ക് എന്താണ്, ഡിസ്ട്രിബ്യൂഷനാണ്. ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അത് നമുക്ക് കണ്ടുപിടിക്കാം. അക്യുമുലേഷൻ എന്ന് പറയുന്നത് ഈ ഒരു സോണിൻ്റെ ഏരിയ, ഈ ഒരു സോൺ. ഇതിന് മാനിപ്പുലേഷൻ ഈ ഒരു സോൺ. അതായത് ഒരു ഫേക്ക് ബ്രേക്കൗട്ട് വന്നിട്ട് എന്ത് ചെയ്തു, ഇവിടുന്ന് ഇപ്പം ബൈ ചെയ്തിട്ടുള്ളവർക്ക് ഫേക്ക് ബ്രേക്കൗട്ട് വെച്ചിട്ടുള്ള ബൈ ചെയ്തിട്ടുണ്ട് വിചാരിക്കും, ഒരു 1:2 1:3. എന്നിട്ട് എന്ത് ചെയ്തു, അവരുടെ SL ഹിറ്റായി. ഓക്കെ, അതാണ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് ലിക്വിഡിറ്റി സ്വീപ്പിംഗ് തന്നെയാണ്. ഓക്കെ, ഫേക്കായിട്ട്
നമ്മളെ ചാർട്ടിൽ ഒരു ഫേക്ക് എന്താ പറയുക ഒരു ബ്രേക്ക് സ്ട്രക്ചറോ അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് കാണിച്ചിട്ട് ആ ബ്രേക്ക് ഔട്ട് ഫേക്ക് ആണെന്ന് നമുക്ക് മനസ്സിലാവും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകുമ്പോൾ. സോ അതിനെയാണ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ആസ് ദാറ്റ്. ഇനി ഡിസ്ട്രിബ്യൂഷൻ. ഇനി എന്താണ് മാർക്കറ്റ് താഴേക്ക് വന്നു, ഇവിടെ ഒരു മാനിപ്പുലേഷൻ ആവുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല, കാരണം ഓൾറെഡി മാനിപ്പുലേഷൻ കഴിഞ്ഞു, മാനിപ്പുലേഷൻ സ്റ്റേജ് കഴിഞ്ഞു. മാർക്കറ്റ് ഗോട്ട് വാട്ട് ദേ വാണ്ട് ആക്ച്വലി. ഇനി സെൽ സൈഡിലേക്ക് പോയി. ഇവിടെ നമ്മൾ സെൽ എടുക്കണോ? ഒരിക്കലും എടുക്കാൻ പാടില്ല. ബിക്കോസ് ഒരു നല്ലൊരു ലോ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. സോ ഇവിടെ നമുക്ക് നല്ല രീതിയിലൊരു സെല്ല് വന്നിട്ടുണ്ട്. മാനിപ്പുലേഷൻ കഴിഞ്ഞു, ഒരു ഡിസ്ട്രിബ്യൂഷനാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഓക്കെ, ആ ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ട് എന്താണ്, മാനിപ്പുലേഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷനായിട്ട് കണക്ക് കൂട്ടുന്നത്. ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ട് ഒരു റീട്രേസ്മെൻറ്റ് നടന്നിട്ടുണ്ട്. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് നോക്കാം. ഫിബ് റീട്രേസ്മെൻറ്റ് വെച്ച് നോക്കാം. ഇവിടുന്ന് ഈ ഒരു ലെവൽ വരെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ബോഡി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫിബ് റീട്രേസ്മെൻറ്റ് വെച്ചിട്ട് നമുക്കൊരു റീട്രേസ്മെൻറ്റ് കിട്ടത്തില്ല. ബട്ട് നമുക്ക് കിട്ടുന്ന എവിടെയാണ്, ഈ ഒരു റേഞ്ചിൻ്റെ ട്രേഡ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഈ ഒരു റേഞ്ച് നമ്മൾ നോക്കും, ഇതിൻ്റെ ഹൈ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഹൈയുടെ തൊട്ട് മുകളിൽ സ്റ്റോപ്പ് ലോസ് വെക്കുക. ഓക്കെ, ഈ ഒരു റേഞ്ച് നമ്മൾ നീട്ടി വരച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഈ ഒരു ലെവൽ വരെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ്റെ ആ ഒരു ലെവൽ വരെ ട്രേഡ് വെച്ചിട്ട് നോക്കുക. ഇതിൻ്റെ എൻട്രി എവിടെ വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു എന്താ പറയുക എക്സ്പാൻഷൻ ഡിസ്ട്രിബ്യൂഷൻ നടന്നിട്ടുണ്ട്. സോ ഈ ഒരു റേഞ്ചിൽ വന്നിട്ട് നമുക്ക് ഈ ഒരു ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ താഴത്തെ ഏരിയ. ഓക്കെ, ഡിമാൻഡ് ഏരിയ. ഈ ഡിമാൻഡ് ഏരിയയിൽ റീട്രേസ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിന് താഴേക്ക് വരാം. ഓക്കെ, ഫസ്റ്റ് ട്രേഡ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു ഡിമാൻഡിൻ്റെ അവിടെ വന്നിട്ട് നമുക്ക് താഴേക്ക് വരാം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇവിടെ എന്തെങ്കിലും ഒരു FEG ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടെങ്കിൽ, ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. ഈ ഒരു ഓർഡർ ബ്ലോക്ക് ശരിക്കും വാലിഡ് അല്ല. ഈ ഒരു ഓർഡർ ബ്ലോക്ക് വാലിഡ് അല്ല. ഇത് നമുക്ക് ശരിക്കും ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുള്ളത്, കണ്ടോ. സോ അത് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു മുകളിലത്തെ ഓർഡർ ബ്ലോക്ക് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, ഈ ഒരു ഓർഡർ ബ്ലോക്ക് അത് ഭയങ്കര റിസ്ക്കാണ്, അത്രയും മാർക്കറ്റ് മുകളിലേക്ക് വരണമെന്നില്ല. ശരിക്കും ഈ ട്രേഡ് കിട്ടിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളവർക്കാണ് ഈ ട്രേഡ് കിട്ടിയിട്ടുള്ളത്. അതായത് ഈ ഒരു റേഞ്ചിൻ്റെ ഇവിടെ ഈ ഒരു ലെവൽ റീട്രേസ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു ലെവലിലേക്ക് വരുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്, മാർക്കറ്റിൽ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഒരു റേഞ്ച് ക്രിയേറ്റ് ആയി, ഇവിടെ ഒരു മാനിപ്പുലേഷൻ കഴിഞ്ഞിട്ടൊരു എക്സ്പാൻഷൻ്റെ റീട്രേസ്മെൻറ്റ് എവിടെയാണ്, ഈ ഒരു റേഞ്ചിൻ്റെ താഴെ. അതാണ് അടുത്ത റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ആവുന്നത്. സോ ഈ ഒരു റേഞ്ച് നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് മുകളിലേക്ക് വന്നു, അതുകൊണ്ട് ഇവിടെ നമുക്ക് ടച്ച് ചെയ്തു. ഇനി ഇതിൻ്റെ റേഞ്ചിൻ്റെ മുകളിലേക്ക് നമ്മൾ ചെയ്തു. ഇപ്പോൾ ഈ റേഞ്ച് ശരിക്കും ഈ ഒരു ലെവലിലായിരിക്കും നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു TP വരെ ഫോക്കസ് ചെയ്യും. നമുക്കൊരു 1:1 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഒരു 1:1 ട്രേഡ് ഈ ഒരു റേഞ്ച് നമുക്ക് കിട്ടി വിത്ത് ദി ഹെൽപ്പ് ഓഫ് അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. സോ ദിസ് ഈസ് ദ ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ എന്താണ് നടന്നത്, ഡിസ്ട്രിബ്യൂഷൻ കണ്ടിന്യൂ ആയി, എവിടെ വരെ കണ്ടിന്യൂ ആയി, ഒരു 1:3 ഒക്കെ നമുക്ക് കിട്ടി. ഓക്കെ, ഇതിൻ്റെ മുകളിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചാലും മതി, റീസെൻറ്റ് ഹൈയുടെ മുകളിൽ. അത് റേഞ്ചിൻ്റെ മുകളിലായിരിക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, ഈ റേഞ്ചിൻ്റെ മുകളിലാണ് സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത്. ഈ ഒരു ലെവൽ വരെ മാർക്കറ്റ് വന്നിട്ട് റിവിറ്റിഗേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ താഴേക്ക് വരാം. ബ്രോ യൂറോസിറ്റിയുടെ ചാർട്ട് നോക്കുമോ? ഏകദേശം AMD പോലത്തെ ഒരു സെറ്റപ്പ് ആണ് വന്ന് നിൽക്കുന്നത് ഇപ്പോൾ. ഓക്കെ ബ്രോ, ഗുഡ് ഫൈൻഡിങ്. നോക്കട്ടെ ഏത് ടൈം ഫ്രെയിമാ? 50 മിനിറ്റ് 5 മിനിറ്റ് ആ ഒരു 5 മിനിറ്റിലൊരു AMD നമുക്ക് കാണാം, അക്യുമുലേഷൻ കാണാൻ പറ്റും. ഈ റേഞ്ച് നമുക്ക് ഫസ്റ്റ് വരയ്ക്കാം. ഓക്കെ, ഇതാണ് റേഞ്ച്, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ ഒരു റേഞ്ച് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവം, ഇവിടെ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ ഒരു മാനിപ്പുലേഷൻ, ചെറിയൊരു മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട്. ഓക്കെ, ചെറിയൊരു മാനിപ്പുലേഷൻ നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. ഇവിടെ ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് വന്നിട്ട്, ക്ലോസിംഗ് ഇല്ല, ഫേക്ക് ബ്രേക്ക് ഔട്ട് വന്നിട്ട് ഈ ബയേഴ്സിൻ്റെ ഒക്കെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടുന്ന് ബൈ ചെയ്തിട്ടുള്ളവരുടെ ഫേക്ക് ബ്രേക്ക് ഔട്ട് വന്നിട്ട് ഇവിടുത്തെ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റീസെൻ്റ് ഹൈയോ അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ വെച്ചാൽ പോലും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട്. സോ അക്യുമുലേഷൻ എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിനെയാണ്. മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ചെറിയൊരു ബ്രേക്ക് ഔട്ട് ഉണ്ടായി, അതിനെയാണ്. ഫേക്ക് ബ്രേക്ക് ഔട്ടാണത്. അത് ശരിക്കും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാൻ വേണ്ടിയുള്ള ബ്രേക്ക് ഔട്ടായിരുന്നു. ഓക്കെ, ഇസ് ദ മാനിപ്പുലേഷൻ. ഇനി ഡിസ്ട്രിബ്യൂഷൻ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ലോ ക്രിയേറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. നല്ലൊരു ലോ ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ ഡിസ്ട്രിബ്യൂഷൻ.
ഈ റീട്രേസ്മെൻറ്റിലാണ് നമുക്കിനി ട്രേഡ് എടുക്കേണ്ടത്. ഓക്കെ, ഇത് റീട്രേസ് ആകുമോ ഇല്ലയോ എന്നുള്ള മാർക്കറ്റ് ഡിസൈഡ് ചെയ്യും. നമുക്ക് എന്തായാലും ഇത് വാച്ച് ചെയ്യാം. ഓക്കെ, റീട്രേസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് 2-3 ഏരിയാസ് ഉണ്ട്. ഒന്ന് ഈ ഫിബിനോച്ചി വെച്ചിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു 61.8% ഈ ഒരു സോണിൽ നമുക്ക് ട്രേഡ് നമുക്ക് എടുക്കാം. ഇതിൻ്റെ തൊട്ട് മുകളിലാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. ഓക്കെ, ഈ ഒരു ലെവൽ വരെ 1:2.19 കിട്ടും. സെക്കൻഡ് റീട്രേസ്മെൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഓക്കെ, സോ ഇതിൻ്റെ മുകളിലേക്ക് സ്റ്റോപ്പ് ലോസ് വെക്കും. 61.8ൻ്റെ മുകളിൽ വെച്ചിട്ട് ഈ ഒരു ലെവൽ വെക്കുമ്പോൾ നമുക്കൊരു 1:1 കിട്ടും. ദിസ് ഈസ് എ സെക്കൻഡ് ട്രേഡ്. ഓക്കെ, ആ റീട്രേസ്മെൻറ്റ് എക്സ്പാൻഷന് മുമ്പ് ഒരു റീട്രേസ്മെൻറ്റ് നടക്കും. ഇത് റിയൽ എക്സ്പാൻഷൻ ആണോ എന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ചെറിയൊരു മാനിപ്പുലേഷനാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഓക്കെ, ചെറിയൊരു മാനിപ്പുലേഷൻ. ശരിക്കും ഈ ഒരു റേഞ്ചിൻ്റെ ഒരു ലെങ്ത് വരച്ച് കഴിഞ്ഞാൽ ഇവിടം തൊട്ട് ഈ ഒരു ലെവൽ വരെയാണ് നമുക്ക് ചെറിയൊരു ലോ ടൈം ഫ്രെയിം വെച്ചിട്ട് വരച്ച് കഴിഞ്ഞാൽ. ഓക്കെ, സോ ദിസ് ഏരിയ, സോ ഈ ഒരു ഏരിയ ആണ് മാനിപ്പുലേഷൻ. അവിടെ നല്ലൊരു ബ്രേക്ക് ഔട്ടാണ് കിട്ടിയിരിക്കുന്നത്. കുഴപ്പമില്ലാത്തൊരു നല്ലൊരു ബ്രേക്ക് ഔട്ട് വന്നിട്ട് മാനിപ്പുലേഷൻ ഇത് നമുക്ക് എടുക്കാൻ പറ്റും. ശരിയാണ്, ഈ ഒരു ലെവൽ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഈ ലെവൽ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും ഇതൊരു മാനിപ്പുലേഷൻ ആണെന്നുള്ളത്. ചെറുതല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫേക്കായിട്ടുള്ളൊരു വോളിയം ജനറേറ്റ് ആയിട്ടുള്ളൊരു ബയേഴ്സിൻ്റെ വോളിയം കൂടി കാണിച്ചിട്ടുണ്ട്. സോ ഇത് നമുക്ക് റീട്രേസ് ആവുമെന്ന് നോക്കാം. ഈ ഒരു ബോഡി മാത്രമേ നോക്കുന്നുള്ളൂ. ചെറുതായിട്ട് റീട്രേസ് ആയിട്ടുണ്ട്, ജസ്റ്റ് റീട്രേസ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇനി ലിക്വിഡിറ്റി ഓൾറെഡി ഉള്ളത് ഈ ഒരു ഏരിയയിലാണ്. ലിക്വിഡിറ്റി സ്വീപ്പും കൂടി ആവാൻ നടന്നത്. ഓക്കെ, സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറേ ഹയർ ലോ ഉണ്ട്. അതെല്ലാം ഈ പറയുന്ന പോലെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. ഓക്കെ, മാർക്കറ്റ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഡൗൺ സൈഡാണ് വന്നുകൊണ്ടിരുന്നത്. ഓക്കെ, നമ്മുടെ ഈ ഒരു ബൈ ട്രേഡ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുള്ള് ഡൗൺ ആവുന്നിരിക്കുന്നത്. പിന്നെ എല്ലാം നമ്മൾ സെല്ലാണ് നോക്കുന്നത്. ഓക്കെ, സോ ചെറുതായിട്ട് റീട്രേസ് ആയിട്ടുണ്ട് മാർക്കറ്റ്. ഓക്കെ, നമുക്കറിയാൻ പറ്റും ഈ ഒരു ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് റീട്രേസ് ആയിട്ട് കണ്ടിന്യൂ ആവുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മൾ വാച്ച് ചെയ്യുവാണ് ഈ ട്രേഡ്. സോ ഈ റീട്രേസ്മെൻറ്റ് റേഞ്ച് ഇവിടെയാണ് വരുന്നത്. സ്റ്റോപ്പ് ലോസ് നമുക്ക് ശരിക്കും ഇത് ഭയങ്കര റിസ്ക്കാണ്. ഈ ഒരു ഏരിയ നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ട്രേഡ് നോക്കാൻ പറ്റുള്ളൂ. ഒരു 1:1 ഒക്കെ ഫോക്കസ് ചെയ്യാം. പക്ഷേ ഭയങ്കര ലെങ്തി ആയിട്ടുള്ളൊരു സ്റ്റോപ്പ് ലോസ് ആണ്. നമുക്ക് എന്താണ് വേണ്ടത്? മാർക്കറ്റ് എവിടെ വരണമെന്ന് അറിയോ? നമുക്ക് 618 നമുക്ക് വരണം മാർക്കറ്റ്, എന്നിട്ട് റീട്രേസ് ആവുമെന്ന് നോക്കാം. സോ ആ ട്രേഡാണ് നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താണ് ഗുണം? ഒരു 1:2.19 കിട്ടും 1:1 പകരം. അപ്പോൾ നോക്കി മാർക്കറ്റ് എന്താ ശരിക്കും ഇവിടെ വരെ ടാർഗറ്റ് ചെയ്താൽ പോലും കുറച്ച് റിസ്ക് ചെയ്തിട്ട് മുകളിലേക്ക് വരില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്താൽ പോലും ഒരു 1:1 എന്തായാലും കിട്ടും ഈ ഒരു ലെവൽ വരെ. കണ്ടോ, റീട്രേസ് ആയിരിക്കുന്ന മോഡൽ നോക്കി. ഈ ഒരു അക്യുമുലേഷൻ്റെ ആ ഒരു ലെവൽ ഓഫ് സപ്പോർട്ടിലാണ് റീട്രേസ് ആയിരിക്കുന്നത്. ഈ റീട്രേസ്മെൻറ്റിൽ നമ്മൾ ട്രേഡ് എടുത്തില്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. വെൻ ഇറ്റ് കംസ് ടു ദിസ് സൈഡ് ഇത് മാനിപ്പുലേഷനാണ്. മാനിപ്പുലേഷനിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പാടില്ല. മാനിപ്പുലേഷൻ കഴിഞ്ഞിട്ടുള്ള എക്സ്പാൻഷനിൻ്റെ റീട്രേസ്മെൻറ്റിലാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്. സോ നല്ലൊരു എക്സാമ്പിളാണ് നമുക്ക് യൂറോ യുഎസിൽ കാണാൻ പറ്റിയത്. ഒരു 1:2 ഒക്കെ സുഖമായിട്ട് കിട്ടുമായിരുന്നു. പക്ഷേ ഈ ഒരു എസ് എൽ പ്രോപ്പർ അല്ല, ഇൻഅപ്രോപ്രിയേറ്റ് ആണ്. ഓക്കെ, കാരണം ഈ ഒരു റെസിസ്റ്റൻസിന് മുകളിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അത് വളരെ റിസ്ക്കാണ് ഈ ട്രേഡ്. ഓക്കെ, സോ നമ്മളെപ്പോഴും നോക്കേണ്ടത് പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യുക. പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ സോണിൽ റീട്രേസ് ആവുമെന്ന് നോക്കുക മാർക്കറ്റ്. എന്നിട്ട് നമുക്ക് ഈ ഒരു ട്രേഡ് ഇപ്പോൾ ഇതിൻ്റെ ഹൈ ഇതുണ്ട്, ഇവിടെയാണ് ഇതിൻ്റെ ലോ കൊണ്ടോ. ഈ ലോ വരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. എവിടെയാണോ അതിൻ്റെ ലോ ആ ലോ വരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഇത് തിരിച്ച് മുകളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഡിസൈഡ് ചെയ്യാം എവിടെ നമുക്ക് ടി പി വെക്കണം എന്നുള്ളത്. സോ ഡിമാൻഡ് സോണിലാണ് ടി പി എന്നുണ്ടെങ്കിൽ ഇതൊരു ഡിമാൻഡ് സോണാണ്. ഓക്കെ, ഡിമാൻഡ് സോണിലാണ് ടി പി എന്നുണ്ടെങ്കിൽ അത് കുറച്ച് സേഫായിട്ട് വെക്കേണ്ടി വരും, കുറച്ച് പൊക്കി. ഏറ്റവും കോർണറിലോ എൻഡിലോ വെക്കാൻ പാടില്ല. സോ ഇവിടുന്നുള്ള റീട്രേസ്മെൻറ്റ് ഇവിടുന്ന് നോക്കാം. ഇവിടുന്ന് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാനിപ്പുലേഷൻ കഴിഞ്ഞിട്ടുള്ള റീട്രേസ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 618 എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചാണ്. പക്ഷെ നമ്മളിത് 1.7 ഉള്ളൂ, നമ്മളത് നോക്കുന്നില്ല. ഈ ഒരു ലെവൽ നോക്കാം. സെല്ല് ശരിക്കും സ്റ്റാർട്ട് ചെയ്ത് ഇവിടെയാണ്, അതിൻ്റെ റീട്രേസ്മെൻറ്റാണ് ഇവിടെ വന്നത്. ഓക്കെ, മാനിപ്പുലേഷൻ സെൽ. സോ ഈ ഒരു സെല്ല് സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്നാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഈ 618 നമുക്ക് മിറ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് നമുക്കൊരു സെല്ല് ട്രൈ ചെയ്യാം. ഓക്കെ, ഈ ഒരു ഫിബിനോച്ചിയും
പിന്നെ ആൻഡ് ഓൾസോ റീസൺസ് ഇവിടെ വേണം. കുറച്ച് ചെക്ക് പോയിന്റ് നമുക്ക് വേണ്ടി വരും. ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ചെറിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട് 618 മുകളിൽ. ഇതിന് താഴെ നമുക്ക് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കുറച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. സോ മുകളിലേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് ഓൾസോ പക്ഷേ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. ബിക്കോസ് ദ കൺഫർമേഷൻ ക്യാൻഡിൽ ഈസ് ഫോഴ്സിങ് ഡൗൺ സൈഡ്. ഓക്കെ, അത് മുകളിലേക്കാണ് പുഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം നമുക്ക് ആ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ കൺഫർമേഷൻ ക്യാൻഡിൽ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ഫോർമേഷൻ 3 ടൈപ്പ് ഓഫ് ക്യാൻഡിൽസ് ആണ് നമ്മുടെ FEGയിലുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ദി ഫോർമേഷൻ ക്യാൻഡിൽ, സെക്കൻഡ് വൺ ഈസ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ, തേർഡ് വൺ ഈസ് ദി കൺഫർമേഷൻ ക്യാൻഡിൽ. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ഫോർമേഷൻ ക്യാൻഡിലാണ്. ഓക്കെ, ഇത് ഒരു ഫോർമേഷൻ ക്യാൻഡിൽ. ആക്ച്വലി ദിസ് ഈസ് ദ ഫോർമേഷൻ ക്യാൻഡിൽ. 1 മിനിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ, ഇത് അതിൻ്റെ കൺഫർമേഷൻ ക്യാൻഡിൽ. ഓക്കെ, സോ ഈ കൺഫർമേഷൻ ക്യാൻഡിലും ഫസ്റ്റ് ഫോർമേഷൻ ക്യാൻഡിലും തമ്മിലുള്ള ഡിഫറൻസ്, ആ ഒരു ഗ്യാപ്പിനെയാണ് ശരിക്കും നമ്മൾ FEG എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ല 1 മിനിറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, ബിക്കോസ് ഇതാണ് ഫോർമേഷൻ ക്യാൻഡിൽ, ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ, ഇത് നമ്മുടെ കൺഫർമേഷൻ ക്യാൻഡിൽ. സോ ഇത് രണ്ടും ടച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് 1 മിനിറ്റിലില്ല. 3 മിനിറ്റിൽ നമുക്കിവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാം. സോ ഇതാണ് ഫസ്റ്റ് നമുക്ക് വരുന്നത്. ഫസ്റ്റ് ക്യാൻഡിൽ ഇത് റിജക്ഷൻ ക്യാൻഡിലായിട്ടാണ് ഞാൻ ഫസ്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുക്കുന്നത്. ഏത് 3 എണ്ണം വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും. സെക്കൻഡ് ക്യാൻഡിൽ ഇത്, തേർഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഈ ഒരു കൺഫർമേഷൻ ക്യാൻഡിൽ ഇത്. സോ ഇതിൻ്റെ ഇടയിലൊരു FEG ഉണ്ട്. അതിൽ ഒരു 40% 35% മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് താഴേക്ക് വന്നത്. ഇനി കുറച്ചുകൂടെ മിറ്റിഗേറ്റ് ചെയ്യാനുണ്ട്. 5 മിനിറ്റ്സിൽ നോക്കിയാലും അതേ അവസ്ഥ തന്നെയാണ്. ഫോർമേഷൻ ക്യാൻഡിൽ, ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ, കൺഫർമേഷൻ ക്യാൻഡിൽ, അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിനെയാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ഇംബാലൻസ് എന്ന് പറയുന്നത്. സോ ആ ഒരു FEG ഫില്ല് ചെയ്യാനായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് വരും. ഈ 50%ഓ അല്ലെങ്കിൽ താഴെ മിറ്റിഗേറ്റ് ചെയ്തിട്ട് താഴേക്ക് വരാം. ഈ ഒരു സോണിൽ ഓൾറെഡി ഇതിൽ വന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റേഞ്ചിൽ വന്ന് ടച്ച് ചെയ്ത് ഇത് താഴേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ നേരത്തെ ഗോൾഡിൽ പറഞ്ഞ ഒരു ട്രേഡ്, ആ റേഞ്ചിൽ ടച്ച് ചെയ്തിട്ട് വന്നിരിക്കുന്ന ട്രേഡ് നോക്കിയേ. ഇതിലെന്താണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു റേഞ്ചിൽ ടച്ച് ചെയ്ത് റീട്രേസ് ചെയ്തിട്ട് താഴേക്ക് വന്ന ക്യാൻഡില. പക്ഷേ കുറച്ചുകൂടെ മുകളിലേക്ക് പോയി. എന്നിരുന്നാലും നമുക്ക് ആ റേഞ്ചിൽ ടച്ച് ചെയ്യാൻ എടുത്ത ട്രേഡ് എന്തായാലും 1:2.55 കിട്ടിയിട്ടുണ്ട്. അതേ കോൺസെപ്റ്റാണ് ഇവിടെയും വരുന്നത്. ഒരു റേഞ്ചിലാണ്, ആ റേഞ്ചിൽ എവിടെയാണോ ആ ഒരു നേരത്തെ ഒരു സപ്പോർട്ട് കാണിച്ച ആ സപ്പോർട്ടിൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് അതിൽ പ്രോപ്പറായിട്ട് റീട്രേസ് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴേക്ക് വന്നത്. ഓക്കെ, സോ ഇതെല്ലാം ലിക്വിഡിറ്റി സ്വീപ്പിംഗ് ആണ് നടക്കുന്നത്. AMD നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ നല്ലൊരു ട്രേഡ് കിട്ടും. അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ്റെ റീട്രേസ്മെൻറ്റ്, അതാണ് നമ്മുടെ ട്രേഡ്. ഓക്കെ, പക്ഷേ ഇവിടെ ശരിക്കും സംഭവിച്ചത് നല്ലൊരു ക്യാൻഡിൽ ആയതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് റീസെൻറ്റ് ഹൈയുടെ മുകളിലാണ്. സോ നല്ലൊരു RR നമുക്ക് കിട്ടാൻ കുറച്ച് ചാൻസ് കുറവാണ്. ഒരു 1:1 എന്തായാലും നമുക്ക് കിട്ടും. കാരണം ഇച്ചിരി ഹൈ ആണെങ്കിലും കുഴപ്പമില്ല, നല്ല രീതിയിലുള്ള പ്രഷറൈസ്ഡ് സെൽ ക്യാൻഡിലാണ് ഫോം ആയത്, അതുകൊണ്ട്. ബട്ട് ഏറ്റവും സേഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു 6180 എന്നുള്ള ട്രേഡാണ്. അത് നമുക്കിത് ഇവിടെ ഒരു ടാർഗറ്റ് ചെയ്യാം. അപ്പം 1:3, ഓക്കെ, 1:3.2 ഇവിടെയൊക്കെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഡൗൺ സൈഡ് പോകാനാണ് യൂറോസ്റ്റി താഴേക്ക് പോകുമെന്നാണ് ഞാനും അനലൈസ് ചെയ്തപ്പോൾ തോന്നിയത്. എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ അതാണ്. ഓക്കെ, യൂറോസ്റ്റി താഴേക്ക് തന്നെ പോകുമെന്നുള്ളത്. അപ്പോൾ റീട്രേസ്മെൻറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ട്രേഡ് നോക്കാം. അപ്പോൾ ഇതിൽ 2 ടൈപ്പ് ഓഫ് റീട്രേസ്മെൻറ്റ് നമുക്ക് ചാൻസസ് ഉണ്ട്. ഒന്ന് ഈ ഒരു ഓർഡർ ബ്ലോക്ക്. ഇപ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിലെ 0%ഓ 50%ഓ മിറ്റിഗേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് താഴേക്ക് വരും. ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ 0% വെച്ച് നോക്കിയിട്ട് ലിക്വിഡിറ്റി സ്വീപ്പിന് തൊട്ട് മുകളിലുള്ള സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് 1:4 ടാർഗറ്റ് ചെയ്യാം. സെക്കൻഡ് വൺ ഫിബ് റീട്രേസ്മെൻറ്റ്. ഇന്ന് പഠിച്ചത് വെച്ചിട്ട് ഒരു 61, നമ്മുടെ സ്വീറ്റ് സ്പോട്ടായിട്ടുള്ള 61 വെച്ചിട്ട് നമുക്ക് ട്രേഡ് നോക്കാം. സോ ഈ ഒരു ട്രേഡാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫിബൊനാച്ചി. ഓക്കെ, എനി ഡൗട്ട്സ്?
ഗോൾഡിൽ ഇപ്പം നല്ല രീതിയിലൊരു റേഞ്ച് നമുക്ക് നോക്കി അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ ശരിക്കും ഒരു ഫുള്ള് ഹൈ ടൈം ഫ്രെയിം നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു റേഞ്ചാണ് നടന്നത്. നമുക്ക് ലോ ടൈം ഫ്രെയിം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു റേഞ്ച് ഉണ്ട് കേട്ടോ. പ്രോപ്പർ ഒരു ബോക്സ് ആണ്. ഓക്കെ, സൈഡ് വൈസ്, ഇത് ഹൈ, ഇത് ലോ. ഓക്കെ, ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് അക്യുമുലേഷൻ ആണ്. ഇവിടെ അക്യുമുലേഷൻ താഴെ കുറച്ച് ലിക്വിഡിറ്റിക്ക് സ്വീപ്പ് ചെയ്തു. ഇത് ഫോമായി വരുന്നതേ ഉള്ളൂ 1 മിനിറ്റിൽ. അക്യുമുലേഷൻ സ്റ്റേജ് ആയത് ഈ ഒരു 2-3 ടൈംസ് ഹിറ്റ് ചെയ്തപ്പോഴാണ്. ഓക്കെ, സോ ഇത് നമുക്കറിയാൻ പറ്റും അക്യുമുലേഷൻ ആണ്. ഇവിടെ വരെ നമ്മൾ ചാർട്ട് അനലൈസ് ചെയ്ത് നമുക്കറിയാൻ പറ്റും ഇവിടെ എന്താണ് ഒരു മാനിപ്പുലേഷൻസ് വന്നിട്ടുണ്ട്. ഫേക്ക് ബ്രേക്ക് ഔട്ട് വന്നിട്ടൊരു മാനിപ്പുലേഷൻ. ഈ ഫേക്ക് ബ്രേക്ക് ഔട്ടിൽ നല്ലൊരു ക്യാൻഡിലാണ് തന്നത്. അത് ആ ട്രേഡ് എടുത്തിട്ടുള്ളവരുടെ എല്ലാവരുടെയും എസ്സിൽ ഹിറ്റായി. സോ മാർക്കറ്റ് മാനിപ്പുലേറ്റ് ആയിട്ട് എന്തായി, എക്സ്പാൻഡ് ചെയ്തു. നല്ല രീതിക്ക് റേഞ്ച് വീണ്ടും കളിച്ചിട്ട് നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്ത് ഈ ഒരു ലെവൽ വരെ വന്നു. ഈ ഒരു ലെവൽ വരെ വന്നതിന് ശേഷം എക്സ്പാൻഷൻ, നല്ല രീതിയിൽ എക്സ്പാൻഷൻ കണ്ടോ, നന്നായിട്ട് സെല്ല് ചെയ്ത് ഈ ഒരു ലെവൽ വരെ വന്നു. നേരത്തെ ലോയിനെക്കാട്ടിലും നന്നായിട്ട് ലെവൽ വരെ വന്നു. ഓവറോൾ ഒരു ഡൗൺ ട്രെൻഡ് തന്നെയാണ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നത്. അതിൻ്റെ റീട്രേസ്മെൻ്റ് ആണ് ഇവിടെ നടക്കുന്നത്. റേഞ്ച് വന്നു, അക്യുമുലേഷൻ കഴിഞ്ഞു, മാനിപ്പുലേഷൻ കഴിഞ്ഞു, ഡിസ്ട്രിബ്യൂഷൻ. ഈ ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ട് റീട്രേസ്മെൻറ്റ് ആ റേഞ്ചിൻ്റെ താഴെ നമ്മൾ എടുത്താൽ പോലും നമുക്ക് ആ ട്രേഡ് കിട്ടും. ഓക്കെ, റീസെൻ്റ് ആയിട്ടുള്ള ടോപ്പ് വെച്ചിട്ട് ഒരു 1:1 ഒക്കെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു ട്രേഡ് കിട്ടും. കേട്ടോ, ഈ ഒരു റേഞ്ചിന് താഴെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. സോ ഈ ഒരു ട്രേഡ് കറക്റ്റായിട്ട് ഇതിൽ മെറ്റിയേറ്റ് ചെയ്തിട്ട് താഴേക്ക് വന്നു. ഓക്കെ, നമുക്ക് ഫിബ് റീട്രേസ്മെൻറ്റ് വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. ഫിബ് വെച്ചിട്ടായിരുന്നെങ്കിൽ നമുക്ക് കിട്ടുമായിരുന്നോ എന്നുള്ളത്. ഓക്കെ, ഫിബിൽ എവിടെയാണ് ആ ഒരു 61.8% ഓൾമോസ്റ്റ് അടുത്ത് വന്നിട്ടാണ് ട്രേഡ് എടുത്തത്. ഓക്കെ, ഓൾമോസ്റ്റ് ഈ ഒരു ഇവിടെ ഒരു എക്സ്പാൻഷൻ വന്നു, എന്നിട്ട് റീട്രേസ് വന്നിരിക്കുന്നത് 61 ഓൾമോസ്റ്റ് ആ ഏരിയയിലേക്ക് ടച്ച് ആയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിബ് റീട്രേസ്മെൻറ്റ് പ്രോപ്പർ 61.8 തന്നെ ടച്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല. സോ എൻട്രി പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് താത്ത് വെക്കുകയോ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ട്രേഡ്സ് ഒന്നും മിസ്സാകാതിരിക്കും. പ്രോപ്പർ 618 വെക്കാതെ ഇപ്പോൾ 618ൻ്റെ ഒരു ഏരിയയിൽ നിങ്ങൾ ചെറിയൊരു ബോക്സ് വരയ്ക്കുക. ആ ബോക്സ് വരച്ചിട്ട് അതിൻ്റെ താഴെയോ അതിൻ്റെ മുകളിലോ നിങ്ങൾക്ക് വെക്കാം. താഴെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. എൻട്രി നമുക്ക് സെല്ലാണെങ്കിൽ അതിൻ്റെ താഴെ, ബൈ ആണെങ്കിൽ അതിൻ്റെ മുകളിൽ ചെറിയൊരു ബോക്സ്. നമ്മളിപ്പോൾ ലൈൻ വരയ്ക്കാനും പാടില്ല. ഇപ്പോൾ ഇതാണ് അതിൻ്റെ എന്താ പറയുക ഒരു സപ്പോർട്ടെന്ന് പറയുമോ. സപ്പോർട്ട് ശരിക്കും ലൈനല്ല വരയ്ക്കേണ്ടത്, ഒരു 2-3 പിപ്സ് ഒരു ബോക്സ് വരയ്ക്കുക. ആ ബോക്സ് ആയിരിക്കണം നമ്മുടെ ആ ഒരു അനലൈസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. ആ ബോക്സിൻ്റെ സ്റ്റാർട്ടിങ്ങോ അതിൻ്റെ എൻഡിങ്ങിലോ വന്ന് ടച്ച് ചെയ്യുന്നുള്ള രീതിയിൽ. ഒരു ലൈനിൽ എപ്പോഴും വന്ന് ടച്ച് ചെയ്യണം നിർബന്ധമില്ല. കാരണം ജസ്റ്റ് ചെറിയൊരു പോയിന്റിന് വ്യത്യാസത്തിലാണ് വന്നിരിക്കുന്നത്. 50% നമുക്ക് കിട്ടും. ഓക്കെ, ഉറപ്പായിട്ടും കിട്ടും. ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്താണ്, ഇതിൻ്റെ മുകളിൽ 78ൻ്റെ തൊട്ട് മുകളിൽ വെച്ചാലും മതി. പക്ഷേ ഒരു റീസൺ ലോ ഹൈയുടെ മുകളിൽ, ലിക്വിഡിറ്റി CPIൻ്റെ മുകളിൽ വെച്ചാൽ മതി. ഇവിടെ ജസ്റ്റ് താത്ത് വെച്ചാൽ നമുക്കൊരു 1:1 എത്ര കിട്ടും, 1:4. ഓക്കെ, നമ്മൾ അത്ര കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് 1:5 കിട്ടും. ഈ ഒരു എക്സ്പാൻഷന് ശേഷം റീട്രേസ് ആകാൻ ചാൻസസ് ഉള്ളതിൻ്റെ ഒന്നാമത്തെ റീസൺ, മാർക്കറ്റ് വാണ്ട്സ് ടു ഗോ പ്രൈസ്, ദേ വാണ്ട് ടു മൂവ് ദ പ്രൈസ് ടു അപ്സൈഡ് ടു സെൽ ഇറ്റ് വിത്ത് എ പ്രീമിയം ഇൻ എ പ്രീമിയം ലെവൽ. ഓക്കെ, പ്രീമിയം റേറ്റിൽ നിന്ന് നമുക്ക് അത് സെല് ചെയ്യാൻ വേണ്ടിയാണ് മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോകുന്നത്. റീസൺ നമ്പർ 1. റീസൺ നമ്പർ 2, ദർ ഇസ് എ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇൻ 1 മിനിറ്റ്. ഓക്കെ, 1 മിനിറ്റ് മാറ്റിയിട്ട് നമുക്കൊരു 3 മിനിറ്റ് നോക്കിയാൽ പോലും അവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. വെർ ഇസ് ദ ഫെയർ വാല്യൂ ഗ്യാപ്പ്? ഹിയർ ഈസ് ഇറ്റ്. ദിസ് ഈസ് ദ ഫസ്റ്റ് ക്യാൻഡിൽ, ദിസ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ, ദിസ് ഈസ് ദ എന്താ പറയുക കൺഫർമേഷൻ ക്യാൻഡിൽ. ഇതിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമ്മൾ മാർക്ക് ചെയ്തു. അതിൻ്റെ ഒരു 50% മിറ്റിഗേറ്റ് ചെയ്തിട്ട് താഴേക്ക് വന്നു. സോ നമ്മളിപ്പോൾ ഒരു 3 മിനിറ്റിലാണ് ഈ ട്രേഡ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പും കൂടി നമ്മൾ നോക്കുക. ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ട്രേഡ് നോക്കാം. കാരണം ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ് മാർക്കറ്റ് വരുന്നത്. ഓക്കെ, ആ ഫെയർ വാല്യൂൻ്റെ 50% നമ്മൾ നോക്കിയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഈ ട്രേഡ് നമുക്ക് കിട്ടുമായിരുന്നു 50%. ഓക്കെ, സോ ദാറ്റ്സ് എ റീസൺ വൈ ആ ഒരു 61.8% ടച്ച് ചെയ്യാതെ ആറുകൾ വന്നത്. കാരണം FEG ഓൾമോസ്റ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇത് താഴേക്ക് വന്നു നല്ല രീതിയിലുണ്ടോ. സോ ഇതാണ്
റീസൺ നമ്പർ 2. ഓക്കെ, റീസൺ നമ്പർ 3 എന്ന് ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഫിബിനോച്ചി റീട്രേസ്മെൻറ്റ് എക്സ്പാൻഷൻ ആണ്, AMD ആണ്. സെക്കൻഡ് വൺ ഫിബിനോച്ചിയുടെ റീട്രേസ്മെൻറ്റ് ഏരിയ, ആ ഒരു ഏരിയ ആണ്, അവിടെ നമുക്ക് ട്രേഡ് എടുക്കാം. തേർഡ് റീസൺ എന്ന് പറയുന്നത് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഓക്കെ, ആൻഡ് ഓൾസോ റീസൺ നമ്പർ 4 എന്ന് നമുക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റുന്നത് ഇറ്റ്സ് എ ഡൗൺ ട്രെൻഡ് ആണ്, ഡൗണിലേക്ക് നല്ല പുഷ് ഉണ്ട്. സോ അവർ ഡൗൺ സൈഡ് തന്നെ ഫോളോ അല്ലെങ്കിൽ അത് തന്നെ കീപ്പ് ചെയ്യുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സോ 4 റീസൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. 61 അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. 61 എന്താണെങ്കിലും മോസ്റ്റ് പ്രോബബിളി ടച്ച് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. ഈ ഒരു ലെവലിൽ നമുക്ക് ടച്ച് ചെയ്തോ മാർക്കറ്റ് എന്ന് നോക്കാം. ഓക്കെ, 61 ടച്ച് ചെയ്തിട്ടുണ്ടോ? ഈ ഒരു റേഞ്ചിൽ അല്ലെങ്കിൽ ഈ ഒരു എക്സ്പാൻഷൻ്റെ 61.8% മാർക്കറ്റ് പ്രോപ്പറായിട്ട് ടച്ച് ചെയ്തു. ഓക്കെ, ഓക്കെ, ദാറ്റ് വളരെ ക്ലീൻ ഷോട്ട്. പ്രോപ്പറായിട്ട് 61 എടുത്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? താഴേക്ക് വന്നു. സോ ദിസ് ഈസ് ദ സെക്കൻഡ് റീട്രേസ്മെൻറ്റ്. ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഈ ഒരു ലോ നമ്മൾ ടാർഗറ്റ് ചെയ്തെന്ന് വിചാരിച്ചോ. ഈ ലോ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൗ മച്ച് വിൽ യു ഗെറ്റ്? 1:4.35. ഇറ്റ്സ് ബെസ്റ്റ് RR, വൺ ഓഫ് ദി ബെസ്റ്റ് RR, 1:4 എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫിബിനോച്ചി ടച്ച് ചെയ്തിട്ട് പോയി. സോ ഇവിടെ നിങ്ങൾ പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒന്നും നോക്കാതിരുന്നിട്ട് ഫെയർ വാല്യൂ ഈ 61.8 നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പേഷ്യൻ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും യു വിൽ ഗെറ്റ് ദ ട്രേഡ്. ഓക്കെ, സോ പ്രോപ്പർലി അതിൻ്റെ മുകളിലേക്ക് പോയാൽ 61.8 കറക്റ്റായിട്ട് നോക്കുക, ക്ലീൻ ഷോട്ടാണ്. സോ ഫിബിനോച്ചിയുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഒരു പ്രോപ്പർ 61.8 ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴേക്ക് വന്നത്. ഓക്കെ, വീണ്ടും മാർക്കറ്റ് വീണ്ടും ലോ ക്രിയേറ്റ് ചെയ്തു. ലൈവാണ്, 3 മിനിറ്റിൽ ലൈവായിട്ട് കുറച്ച് മുമ്പ് ഈ സ്റ്റാർട്ട് ചെയ്തതിന് തൊട്ട് മുമ്പുള്ള സോണാണിത് ആക്ച്വലി ലൈവ്. സോ നിങ്ങൾക്ക് അറിയാൻ പറ്റും പ്രോപ്പറായിട്ടൊരു ഫിബിനോച്ചി ട്രേഡ് നമുക്ക് ലൈവിൽ തന്നെ കാണാൻ പറ്റും. ഉണ്ടോ? ഈ ഒരു റീസെൻ്റ് ആയിട്ടുള്ളൊരു ലോ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഡിമാൻഡ് സോൺ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് 1:10. അത്ര പേഷ്യൻ്റായിട്ടൊക്കെ വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു 1:10 ഒക്കെ ട്രേഡ് നമുക്ക് ഈ ഫിബിനോച്ചി വെച്ചെടുക്കാൻ പറ്റും. So this is all about a price range where the market come back and get the liquidity and go to the real direction. So real direction മുമ്പ് മാർക്കറ്റ് വരാൻ റീട്രേസ് ആവാൻ ചാൻസസ് ഉള്ള സോൺ ഓർ പ്രൈസസിനെയാണ് ഫിബിനോച്ചി റീട്രേസ്മെൻറ്റ് സോൺസ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ബെസ്റ്റ് സ്വീറ്റ് സ്പോട്ടാണ് 61.80%, 618 എന്ന് മനസ്സിലാക്കുക. 618 അത് നിങ്ങൾ പഠിച്ച് വെച്ചേക്കുക. 618 സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഫിബിനോച്ചിയുടെ. അതിൽ ടച്ച് ചെയ്തിട്ടാണ് മോസ്റ്റ് പ്രോബബിളി മാർക്കറ്റ് റീട്രേസ് ആയി പോവുക. സോ ശരിക്കുള്ള എക്സ്പാൻഷൻ കഴിഞ്ഞിട്ട് റീട്രേസ് ആയി വീണ്ടും മാർക്കറ്റ് താഴേക്ക് വന്നു. ഓക്കെ, ശരിക്കുള്ള ഡയറക്ഷൻ ഡൗൺ സൈഡ് ആണ് ബിക്കോസ് ഓഫ് ദ 4-5 ചെക്ക് പോയിന്റ്സ് വി ഹാവ് എൻഷുർഡ്. ഓക്കെ, സോ ഇത് ഗോൾഡ് ആണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഗോൾഡിൽ പല അടവുകളും പയറ്റിയിട്ട് വിജയിക്കാത്ത ഭൂരിഭാഗം ട്രേഡേഴ്സാണ് ഒട്ടുമിക്ക ആൾക്കാരും. സോ അവർക്കൊക്കെ വളരെ ഈസി ആയിട്ടും എന്താ പറയുക, വളരെ സിമ്പിൾ മെത്തേഡിൽ ട്രേഡ് എടുക്കാൻ പറ്റും. വി ഹാവ് ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, നമ്മുടെ വിന്നിങ് റേഷ്യോ ഇത്രത്തോളം 80% അല്ലെങ്കിൽ അതിൻ്റെ എബോവ് വരുന്നതിൻ്റെ കാരണം ഇങ്ങനത്തെ വളരെ നല്ല നല്ല സ്ട്രാറ്റജീസ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതുപോലത്തെ ട്രേഡ്സ് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റും വിത്തൗട്ട് എനി ഹെൽപ്പ് ഓഫ് എനി അതർ കമ്മ്യൂണിറ്റി. ഓക്കെ, സോ നിങ്ങൾക്കും ഇതുപോലത്തെ ട്രേഡ്സ് ഒക്കെ എടുക്കാൻ പറ്റട്ടെ. ഇനി ഇതുപോലത്തെ ട്രേഡ്സ് ഒക്കെ നാളെ മുതൽ എനിക്ക് ചാർട്ട് ഗ്രൂപ്പിൽ കിട്ടണം. നിങ്ങളെല്ലാവരും ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക. പഠിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും നേടിയെടുക്കാൻ പറ്റത്തില്ല. പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ മാഗ്ഡി പഠിപ്പിച്ചു തന്നു, PDR പഠിപ്പിച്ചു തന്നു, മൂന്നാമത്തെ ഫിബിനോച്ചി. ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് പേഴ്സണൽ ചോയ്സ് ആണ്. ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാം. വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഏത് സ്ട്രാറ്റജിയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത്. എന്നിട്ട് അതിൽ 100% ഫോക്കസ് ചെയ്തിട്ട് അതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, 1000 times അല്ലെങ്കിൽ 500 times മാക്സിമം എത്രത്തോളം ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഒരു സ്ട്രാറ്റജിയിൽ തന്നെ നിങ്ങൾ നിലനിൽക്കുക. അതിൽ തന്നെ മാക്സിമം ഫോക്കസ് ചെയ്തിട്ട് വേറൊരു സ്ട്രാറ്റജിയിൽ ഫോക്കസ് ചെയ്യാതെ ഒന്നിൽ തന്നെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇപ്പോൾ എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾ പറഞ്ഞു, നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം എന്താ പറയുക, ബ്രൂസ്ലി ആണെന്ന് തോന്നുന്നു പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. ആൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ആം സ്കെയർഡ് ഓഫ് ദ പേഴ്സൺ ഹൂ പ്രാക്ടീസസ് 1000 times. എന്താ പറയുക, ഒരു ടൈപ്പ് ഓഫ് ഫൈറ്റ് 1000 times കൂടുതൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരാളെ എനിക്ക് പേടി.
അല്ലാതെ 10, 100 അല്ലെങ്കിൽ 1000 അടവുകൾ അറിയാവുന്നവരെക്കാട്ടിലും കൂടുതൽ 10,000 തവണ കൂടുതൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു അടവ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരാളാണ് എനിക്ക് പേടി എന്ന് പറയുന്നത്. സോ അതേപോലെ തന്നെയാണ് ഞാൻ പറയുന്നത്, മാക്സിമം നമ്പർ ഓഫ് ടൈംസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കണം നമ്മുടെ. പല പല സ്ട്രാറ്റജീസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷാറ്റേഡ് ആയി പോകും, നമുക്ക് ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാവത്തില്ല, ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. സോ മാക്സിമം ഒരു സ്ട്രാറ്റജിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുക. അപ്പോൾ ഇതൊന്നും ഞാൻ എല്ലാത്തിലും ഇതിൽ നോക്കാറില്ല. ഞാൻ എൻ്റേതായിട്ടുള്ളൊരു സ്ട്രാറ്റജി ഉണ്ട്, അതിന് മീറ്റ് ചെയ്യുന്ന ട്രേഡ്സ് മാത്രമാണ് ഞാൻ തരുന്നത്. ഈ AMD, ഐ ഹാവ് AMD, ദാറ്റ്സ് എ ഗുഡ് സ്ട്രാറ്റജി. ഐ ഹാവ് എ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ട്രേഡ്, OT ഒപ്റ്റിമൽ ട്രേഡ് എൻട്രി, അതൊക്കെ എനിക്കറിയാം. പക്ഷേ ഏറ്റവും ബെറ്ററായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്. അതേപോലെ നിങ്ങൾക്കും സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്കും ഇതിലേതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് നിങ്ങളായിട്ടുള്ളൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തെടുക്കാം. ഏതെങ്കിലും ഒരെണ്ണം ഫോക്കസ് ചെയ്യുക. ഓക്കെ.